ശരിക്കും പറഞ്ഞത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, ശരിയല്ലേ ചേച്ചി? അല്ലേ? അത്രത്തോളം ഭംഗിയിലാണ് ഈ നേരെ മൊത്തം അല്ലേ നിൽക്കുന്നത്. ഇത് ഏതാ വെറൈറ്റി? ശരിക്കും പറഞ്ഞത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, ശരിയല്ലേ ചേച്ചി? അല്ലേ? അത്രത്തോളം ഭംഗിയിലാണ് ഈ നേരെ മൊത്തം അല്ലേ നിൽക്കുന്നത്. ഇത് ഏതാ വെറൈറ്റി? ഇത് സിന്ദൂരമാണ്. ഈ ലൈന് മൊത്തം, ഈ 2 ലൈൻ മൊത്തം സിന്ദൂരമാണ്. ഇതിപ്പോൾ നമ്മൾ 3 വർഷം, ഇത് ഫസ്റ്റ് അല്ല, കഴിഞ്ഞ വർഷം കുറച്ച് ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ. ഈ വർഷം ഫുൾ ഹാർവെസ്റ്റ് ആയി ഇതിനകത്തുനിന്ന്. കാരണം മൊത്തം മാങ്ങയും നിർത്തിയേക്കുക. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ചേ നിർത്തിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് ഹാൻഡ് പിക്ഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ വളർത്തുന്നതാണ്. നമുക്ക് ഈ പാഴ്സൽ ഒക്കെ, മാംഗോ പാഴ്സലൊക്കെ ചെയ്യാനായിട്ട് ഹാൻഡ് പിക്ഡ് ആയിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയേക്കുന്നത്. ഇനിയിപ്പോൾ ഈ വർഷം ഇത് കഴിഞ്ഞ ഉടനെ പ്രൂൺ ചെയ്യും. ഓരോ വർഷവും ചേച്ചി ഞെട്ടിച്ചുകൊണ്ടിരിക്കാൻ തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫാമിൽ വരുമ്പോഴുള്ള ഭംഗി അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രത്തോളം നല്ല രീതിയിലാണ് എല്ലാം കാഴ്ച നിൽക്കുന്നത്. ഈ ഒരു റോ അവിടെ മുതൽ ഇതുവരെ നടന്നു കഴിഞ്ഞാൽ അല്ലേ ആരായാലും ഞെട്ടിപ്പോവും. ഈ സിന്ദൂരം തന്നെയാണ് ഈ റോ മൊത്തം. അപ്പുറത്തെ റോയിലാണ് നമ്മൾ ഇത് അൽഫോൺസ വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ അപ്പുറത്ത് അൾട്രാ ഹൈ ഡെൻസിറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത് നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം കർപ്പൂരം. അവര് ഇവിടെ പാലക്കാട് വന്ന് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ മാങ്ങ. നമ്മുടെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അങ്ങനെ കുറെ വെച്ചിട്ടുണ്ട് കർപ്പൂരം. കണ്ടോ, ഇത് ഈ വർഷം ആദ്യമായിട്ടാണ് നല്ല രീതിയിൽ കാഴ്ച കിട്ടിയിട്ടുണ്ട്. അതെ, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് ഈ 2 ലൈൻ മൊത്തം അൽഫോൺസ്. അതെ, ഇതെല്ലാം ഇപ്പൊ ഈ ഫെസ്റ്റിന് പറിക്കാനായിട്ടുള്ള. പിന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുവാണ്, പാഴ്സൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത് ഹാൻഡ് പിക്ഡ് ആയിട്ട് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് മാങ്ങ കിട്ടും. പിന്നെ ഈ ഡാമേജ് ഒന്നും ഇല്ലാതെ നമുക്ക് ക്വാളിറ്റി ഉള്ള മാങ്ങ കിട്ടും. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് ഇത് കണ്ടോ, ഈ പാകമാണ് നമ്മൾ പറിക്കുന്നത്. ഇത് പറിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പ്രൂണിങ്ങും കൂടെ കൊടുക്കും. ഇതാണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് കണ്ടോ അൽഫോൺസ. ഇത് നമ്മൾ അയക്കാൻ ഇങ്ങനെ എടുക്കുന്നത് കണ്ടോ, ഇത്രയും വെച്ച് പറിച്ചെടുക്കും. കണ്ടോ, ഒരു തുള്ളി കറ പോലും ഇല്ല. അപ്പം അന്നേരം ഇത് നല്ല മൂത്ത് ഈ ഷെയ്ഡ് ഇങ്ങനെ വരും. ഓരോ കൊല്ലം കസ്റ്റമർ കൂടുന്നില്ല കുറയുന്നില്ലല്ലോ? ഇല്ല. അതെ. നമ്മൾ ഇത്രയും വെയിൽ കൊണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതെ, ഇപ്പം ചൂടല്ലേ, ഇത്രയും ചൂടല്ലേ. അന്നേരം നമ്മൾ ഇവിടെ എല്ലാം വന്ന് നമ്മളിപ്പോൾ മാംഗോ ഫെസ്റ്റിന് മുമ്പ് ഞങ്ങളിപ്പോൾ 2 ദിവസം ഇവിടെ ഈ മാംഗോ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ നിൽക്കുക. ഹാർവെസ്റ്റ് ചെയ്ത് ഇത് വണ്ടി കയറ്റി വിട്ട് ആ സമയം ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ. ഫെസ്റ്റിനുള്ള തിരക്ക് വേറെ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇവിടെ 2 ദിവസം കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതിന് 3-ാം വർഷം
ഈ മാവ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധ ഇതിന് കൊടുത്തട്ട. അതെ, ഇതെല്ലാം മൾജ് ചെയ്ത് ഡ്രിപ്പ് ലൈൻ എല്ലാം അടിക്കൂടുണ്ട്. ഇതൊക്കെ ഉണ്ടോ പഴുത്ത് തൊട്ടതേ ഉള്ളൂ. അതങ്ങനെ നല്ല പഴുത്ത്. ഇത്രയും നിർത്തത്തില്ല. ഇത്രയും നിർത്തിയാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അയക്കുമ്പോഴത്തേന് ഒരു ഓവർ പഴുപ്പായി പോകും. ഒരു ദിവസം അവധി വയ്ക്കാൻ അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരും. പക്ഷെ നമ്മൾ ഏറ്റവും നല്ലോണം കൊടുക്കണമെന്നുള്ളതായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഓവർ പഴുത്തവും കൊറിയർ കിട്ടിക്കിടന്ന പഴുത്തവും അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ പാകമാണ് കറക്റ്റ്. ഇത് ഇവിടെ ഇതിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വലിയ ഡാമേജ് ഒന്നും വരത്തില്ല. പക്ഷേ ഇത് അയക്കാൻ പറ്റില്ല. ഇത് നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സിനോ മാങ്കോ ഫസ്റ്റിനോ ഒക്കെ നല്ലതാണ്. അതെ, ടേസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കാം. ഇതെല്ലാം ഇപ്പം പറിക്കും. എല്ലാം ഇപ്പം ഇത് നമ്മൾ ചക്കരക്കുട്ടിയാണ് ഭയങ്കര ആവശ്യക്കാരെ നമുക്ക്. അപ്പോൾ തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന തൈ തന്നെയാണ് നമ്മളിവിടെ വെക്കുന്നതും. കണ്ടോ, അപ്പോൾ അതിനകത്തുള്ള ഇപ്പം ഇത് ഫെസ്റ്റിന് വെക്കാനുള്ള മാങ്ങയാണ് ചക്കരക്കുട്ടി. ഇത് ഒരു പ്രാവശ്യം ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇപ്പോഴും ഭയങ്കര. അതെ അതെ അതെ, മാങ്ങയ്ക്കായാലും ഇത് അതാണ് ഇവിടെ ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെച്ചതാ. നല്ല ടേസ്റ്റ്. പിന്നെ നിറച്ച് ഞങ്ങൾ ഒരു പ്രാവശ്യം പറിച്ചത്, ഒരു പ്രാവശ്യം പറിച്ചായിരുന്നു. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, ഇത്രച്ചേ ഉണ്ടാവുള്ളൂ. ഇത് നല്ല മൂത്ത് നിൽക്കുക. ഇത് പറിച്ച് കാണിക്കാം. ഇത്രയേ ഉള്ളൂ ചക്കരക്കുട്ടി. ഇതാണ് ചക്കരക്കുട്ടി, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ മാങ്ങയായാലും തൈകളായാലും നമുക്ക് കൊടുക്കാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കാഴ്ച തൈകളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. കാഴ്ച തൈകൾ ഞാൻ കാണിച്ചു തരാം. അവിടെ മാങ്ങയോട് കൂടി നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാം. ആ തൈകൾ തന്നെ ഇത് നമ്മൾ നട്ടപ്പോൾ ഈ ഒരു ലൈൻ അത് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ ഈ മാവുകൾ നമ്മളിവിടെ കുറച്ച് ആൾട്രാ ഹെഡൻസിറ്റി വെക്കാനായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചത് ഞാൻ കാണിച്ചു തരാം. 2 വർഷമായി. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് അടുത്ത വർഷം അതിനകത്ത് ഈൽഡാവും. അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള, അതായത് കേസർ, മഹാചനക്ക്, നാംടോക്കുമായി അങ്ങനത്തെ സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. അതായത് അന്നേരം ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് ഒരെണ്ണമെങ്കിലും അവർക്ക് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇത് കറക്റ്റ്. നമുക്കിത് ഇങ്ങനെയാണ് ഇവിടെ പറിക്കുന്നത്. അന്നേരം ഒരു ഡാമേജും ഇല്ലാതെ നമുക്ക് പറിക്കാം. ഇത് അൽഫോൺസയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ കറക്റ്റ് നല്ല പറിക്കാൻ പാകമാണ്. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പറിക്കും. അതെ 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 അതെ. ഇവിടുത്തെ മൂവാണ്ടന് ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഇവിടെ ഞങ്ങൾ ആദ്യം ഒരു 150 മൂവാണ്ടനെ വെച്ചത്. കാരണം അത് ആദ്യം കായ്ക്കാനായിട്ട്. അപ്പം അത് ഇത്രയും ഭയങ്കര മാങ്ങയാണ്. ഉണ്ടോ, നിലത്ത് മുട്ടി കിടക്കുക. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഈ ലൈൻ, ആദ്യത്തെ ലൈനെല്ലാം മൂവാണ്ടനാണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കും ഉണ്ട്. എത്ര ചോദിച്ചാലും ഇപ്പോൾ കൊടുക്കാറുണ്ടല്ലേ? ഉണ്ട്, അത്രത്തോളമായി. ഇത് മൂവാണ്ടന. അത് മൂവാണ്ടന. ഈ ഇത്രയും ലൈൻ ഇതെല്ലാം മൂവാണ്ടന. പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ സിന്ദൂരം, ഹിമപസന്ത്, അൽഫോൺസോ അങ്ങനെ പോകും. പസന്ത് നമ്മൾ മുകളിൽ കാണാം. അപ്പോൾ ഇത് പറിക്കാൻ പാകമായതാ ഹിമപസന്ത്. ഈ ഏറ്റവും ഫെസ്റ്റിന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മാങ്ങ ഹിമപസന്ത്. ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ആവശ്യക്കാരുള്ളത് ഹിമപസന്താണ്. നല്ല ടേസ്റ്റാണ്. അവിടെ മേളിലാ മല്ലിക ഹിമപസന്തും ഇപ്പം വലിയ മാവുകൾ അവിടെയാണ്. ഇത് മൂവാണ്ടന കണ്ടോ, പഴുത്ത് നല്ല വലിപ്പമാണ്. ഉണ്ടോ, പഴുത്ത് വീഴുന്നതാണ്. ഫെസ്റ്റിനായിട്ട് റെഡിയായിട്ട് നിൽക്കുക ഇവരെല്ലാവരും. അതെ അതെ, ഫെസ്റ്റിന് റെഡി ആയി നിൽക്കുക. വലിയ വലിപ്പമുള്ള മാങ്ങകളാണ് ഇത്. കണ്ടോ, ഈ കരയുന്നവരൊക്കെ കേട്ടോ, നമ്മൾ കണ്ടില്ലേ, മയില് ഡസൻ കണക്കിന് ഇവിടെ ഉണ്ട്. അപ്പൊ അവര് വന്ന് രാവിലെ കഴിച്ചിട്ട് അവരുടെ പാർട്ട് കഴിഞ്ഞു പോകും. പിന്നെ എല്ലാ ജീവികൾക്കും വിട്ടിട്ടുണ്ട്. അവരെല്ലാരും കഴിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ പറിക്കത്തുള്ളൂ. അതെ, അത് മതി. അതെ, നിലത്ത് മൊത്തവും മാങ്ങയാ. പക്ഷെ നമ്മൾ ഇതിന്റെ ഈ മാങ്ങാണ്ടി ശേഖരിക്കും. ഇവിടെ ജോലിക്കാർ വന്ന് കൊണ്ടുപോയിട്ട് അത് തൈയാക്കുന്നത്. അതിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. നമ്മളിങ്ങനെ ജോലിക്കാരായാലും വന്ന് നമ്മൾ ഹാൻഡ് പിക്ഡ് ആയിട്ടാണ് ഈ മാങ്ങ കൂടുതലും പറിക്കുന്നത്, 90%. കാരണം ഇവിടെ എല്ലാ മാവും ഇങ്ങനെയാണല്ലോ. പിന്നെ ഇതൊന്ന് കഴിവേണ്ടത് കഴുകി അങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. മാങ്കോ ഫെസ്റ്റിനും അങ്ങനെയാണ് അടുക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് ഇതെല്ലാം. ഇതാണ് നമ്മൾ ആൾട്രാ ഹൈ ഡെൻസിറ്റി വെച്ചേക്കുന്നത്. ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ ഇതിനകത്തെല്ലാം മാങ്ങ കായ്ക്കും. ഇത് കേസർ, നാംടോക്കുമായി കേസർ, പിന്നെ നമുക്ക് അങ്ങനെ ആവശ്യമുള്ളതെല്ലാം മഹാജനക്ക്, അങ്ങനത്തെ വെറൈറ്റികളാണ് മൊത്തം. അടുത്ത വർഷം ഇതെല്ലാം മാങ്ങയാവും. ഓഗസ്റ്റ് 15-ന് 2 വർഷം ആയതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ വെറൈറ്റി നടശാല മാങ്ങ. നല്ല മാങ്ങയാണ്.
ഇത് പക്ഷേ ഷെൽഫ് ലൈഫ് ഇല്ല ഇതിന്. ഓക്കെ. പെട്ടെന്ന് ഇത് പക്ഷേ ഭയങ്കര നല്ലതാണ്, എന്തിനും ജ്യൂസിനും കഴിക്കാനും നല്ല മാങ്ങ. പക്ഷേ ഇതും സിന്ദൂരവും കൂടെ ചെറിയൊരു കൺഫ്യൂഷൻ വരും. കാരണം പക്ഷേ ഇത് അറിയാവുന്നവർക്ക് കണ്ടാൽ അറിയാം നല്ലതായിട്ട്. ഇത് നടശാലയാണ്. ഇത് നമ്മൾ കണ്ട ഈ മാവ് ഇങ്ങനെ കിടക്കത്തുള്ളൂ, പക്ഷേ ഇത് നിൽക്കില്ല, പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീണു പോവും. അതാണ് കണ്ട ഇവിടെ എല്ലാം കണ്ട, ഇതെല്ലാം ഒരു മയിൽ രാവിലെ ഭക്ഷിച്ചിട്ട് ഇട്ടിരിക്കുന്ന ഇതൊക്കെ. ഒത്തിരി മാങ്ങയുണ്ടല്ലേ കഴിച്ചിട്ടല്ലേ? ആ, പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല മാങ്ങയാണ്. നമ്മൾ ഓരോരോ ലൈനാണ് ഇത്. ഇത് നാംഡോക്ക് മയുണ്ട്. ഇത് അടുത്ത ഇത് പൂത്തായിരുന്നു ഈ പ്രാവശ്യം. ഇങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് ഹാൻഡ് പിക്ഡായിട്ട് നമുക്ക് ഫെസ്റ്റിന് ആൾക്കാർക്ക് കൊടുക്കണമെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അടുത്ത വർഷം ഇത് കീൽഡാവും. പൂവുണ്ടായിരുന്നു ഈ വർഷം. നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്നുണ്ടല്ലേ? ആ, ഇത് മൽഗോവ. മൽഗോവ. ഓക്കെ. ഇവിടുത്തെ മാവ് കണ്ടോ എല്ലാം ഇങ്ങനെ ഒരു നമുക്ക് താഴേന്ന് പറിക്കത്തക്ക രീതിയിലാണ്. പൊക്കം കുറഞ്ഞ കായ്ക്കുന്നല്ലേ? അതെ. ഇത് മൾട്ടിഗ്രാഫ്റ്റാ, അതായത് ഇതിനകത്ത് ഒരു 5 വെറൈറ്റി ഉണ്ട്. 5 വെറൈറ്റി? ആ. ഇത് വെറൈറ്റി? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ബെന്നറ്റ് അൽഫോൺസാണ്. ഇത് പക്ഷേ സിന്ദൂരം അല്ലിത്. സിന്ദൂരത്തിന് 2 പേരാണ്, പക്ഷേ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഓക്കെ. ഇത് കണ്ടോ? ഓക്കെ. പിന്നെ ഇതിനകത്ത് ഒരു കൊപ്പ് ഉണങ്ങിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ പിടിച്ചിട്ട് അമിതമായിട്ടത് ഇതായി വന്നതാ. ഇതിനകത്ത് അടിയിൽ മാങ്ങയുണ്ട്. 5 വെറൈറ്റി അല്ലേ? ആ, ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം, അവിടെയുണ്ട്. ഓക്കെ. ഇത് കണ്ടോ? ഇത് നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. നേരെ ഇറങ്ങുന്നത് ഈ മാവിൻ്റെ അടുത്തോട്ടാണ്. ഇതെല്ലാം ഇതാണ് അൽഫോൺസോ. കാണുന്നതിന് എന്ത് ഭംഗിയല്ലേ? ആ, അതെ. കഴിഞ്ഞ വർഷം എടുത്തു വെച്ച തയ്യ. ഇതെല്ലാം ഫെസ്റ്റിനായിട്ടുള്ള മാങ്ങയായിട്ട് നമ്മൾ ഈ കവറിട്ട് നിർത്തിയേക്കുന്നത്. ഇത് ചക്കരക്കുട്ടിയാണ്ടോ? ഇത്രയും ചെറിയ തൈലല്ലേ? അതെ, ഇതെല്ലാം ഉണ്ടോ? ഇത്രയും മതി. ഇത് അങ്ങാവും ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിൻ്റെ കൂടെയുള്ള തയ്യാ ഇത്. നമ്മൾ തോട്ടത്തിൻ്റെ ഉള്ളിലും കണ്ടില്ലേ? അപ്പം നമ്മളിത് വീടിൻ്റെ അടുത്തായിട്ട് വെച്ചതാ. ഈ കവറിടുന്നതുകൊണ്ട് നമുക്ക് വേറെ ശല്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ മാങ്ങ കിട്ടും. ഇത് ഫെസ്റ്റിനായിട്ടുള്ളതാ. ഇനി നഴ്സറിയിലും കാണിച്ചു തരാം. ഇത് തോട്ടത്തിൻ്റെ ഉള്ളിൽ എല്ലാ മാവും ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ വെറൈറ്റിയും. അത് മല്ലിക, ബംഗനപ്പള്ളി, പിന്നെ ഇത് മൽഗോവ, പിന്നെ ഇത് അൽഫോൺസോ. ഇനി ഇവിടെ മൾട്ടിഗ്രാഫ്റ്റും ഉണ്ട്. ഹിമ പസന്ത്, ഇത് ഹിമ പസന്ത്. പിന്നെ ഇത് മൾട്ടിഗ്രാഫ്റ്റ് ഉണ്ടോ? ഇത് വീടിൻ്റെ അടുത്തായിട്ട് തന്നെ. ഇത് കാലാപ്പാടിയും മല്ലികയുമാണ്. 2 വെറൈറ്റി. ഇത് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അൽഫോൺസിനുണ്ടായിരുന്നു. അത് കണ്ടോ ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത് കാലാപ്പാടി, ഇത് മല്ലിക. ഇത് മല്ലിക. ഇതങ്ങ് താഴെ കിടക്കുക. അതാ കണ്ടോ മല്ലിക. ഇത് ഞാൻ ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് ഇത് കവറിട്ടിട്ടതാ. അല്ല മല്ലിക. ഒരു മാവ. ഓ, അത് പഴുത്ത് മല്ലികതാ. ഇത് കാലാപ്പാടി. അപ്പോൾ ഈ ഒരു കൊപ്പിൽ കാലാപ്പാടി, ഈ ഒരു കൊപ്പ് മൊത്തം മല്ലിക. 2 വെറൈറ്റി കിട്ടുമല്ലേ? ഇത് നമ്മുടെ എല്ലാവരും ഇഷ്ടമുള്ള ബംഗനപ്പള്ളി വെറൈറ്റി. കണ്ടോ? ഇതെല്ലാം നമുക്ക് ഒരാൾക്ക് കയ്യെത്തിപ്പിച്ച അല്ല, അതാണ് ഒരു ഹൈലൈറ്റ്. നമ്മളിപ്പോൾ ഇനി ഇത് മാങ്ങ ഇത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഇത് പ്രൂണിങ് കൊടുക്കുന്നത് സെൻറ്റർ കട്ട് ചെയ്യും. അപ്പം നല്ല വെയിലും കിട്ടും, കാറ്റോട്ടം. കേട്ടോ, ഇങ്ങനെ നിർത്തി. അതായത് ഇതെല്ലാം കട്ട് ചെയ്ത് വിടും. ഇവിടെ എല്ലാം കോളർ കട്ട് ചെയ്ത് വിട്ടിട്ട് ബാക്കിയുണ്ടോ ഇനി ഈ കൊപ്പൊക്കെ കട്ട് ചെയ്യും, എന്നെങ്കിലേ കാറ്റോട്ടം വരുത്തുള്ളൂ. ഈ സെൻറ്റർ ഇവിടെ കട്ട് ചെയ്യും, അന്നേരം ഇവിടെ മൊത്തം വെട്ടവും കിട്ടും. ഈ വർഷം ഈ ഇത് മാങ്കോ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഇപ്പം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. കോട്ടർകോണം നമ്മളിവിടെ വെച്ച് തുടങ്ങി. കാരണം കോട്ടർകോണം നമുക്ക് കുറവാണ്, അതുകൊണ്ട് നമ്മൾ കോട്ടർകോണം ഇവിടെ വെച്ച് തുടങ്ങി, ഇവിടെ പിടിച്ചു തുടങ്ങി. ആ, തോട്ടത്തിനുള്ളിൽ നമ്മൾ ഇങ്ങനെയാണ് സ്ട്രക്ചർ. കണ്ടോ, ഈ 2 അപ്പുറവും ഇപ്പുറവും ഇങ്ങനെയാണ് മാവ് വെച്ചിരിക്കുന്നത്. ഒരു റോയിൽ നമ്മൾ 8, 10 അങ്ങനെ വെച്ചേക്കുന്നത് ഒരു റോയിൽ. അപ്പോൾ അന്നേരം ഈ ഏരിയയിൽ അന്നേരം നമുക്കൊരു 300ഓളം മാവ് വരും. പിന്നെ അപ്പുറത്ത് തോട്ടം കൂടാതെ ഇങ്ങോട്ട്. ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് നമ്മൾ ഈ ഈൽഡ് എടുത്തു തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ വെച്ചതിൽ ഈ ലൈൻ മല്ലികയാണ്. ഇത് നല്ല മാങ്ങയാണ്, നല്ല പെർഫെക്റ്റ്. ഇതൊക്കെ ഇപ്പോൾ ഫെസ്റ്റിനുള്ളതാണ്. ഫെസ്റ്റിന് റെഡിയായി നിൽക്കുക എല്ലാവരും. എപ്പോൾ വേണമെങ്കിലും പറിക്കാം. ഉണ്ടോ? ഇതെല്ലാം കറക്റ്റ്. അത് അവർ തിന്ന് തുടങ്ങി. എല്ലാവരും ഹൈറ്റിൽ തന്നെ നിൽക്കുന്നത്. അതെ, എല്ലാം ഈ ഒരു ഹൈറ്റിലാണ്.
അതുകൊണ്ട് നമുക്ക് ഡാമേജ് ഇല്ലാതെ നമുക്ക് പറിക്കാമല്ലോ മാങ്ങകളെ. ഉണ്ടോ, ഇതൊന്നും ഒരു ഡാമേജും വരത്തില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറിച്ചം കൊണ്ടുപോകത്തതേ ഉള്ളൂ. ഈ ലൈനെല്ലാം ഹിമ പസന്ത. നമുക്ക് ഏറ്റവും ആവശ്യക്കാരുള്ളതും ഏറ്റവും പെർഫെക്റ്റായിട്ട് ഈ മാങ്ങ നമ്മൾ ഈ ഞെട്ട് കുഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ പറിച്ച് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തും. ഒരു 20 കിലോ 30 കിലോ അങ്ങനെ കറക്റ്റായിട്ട് ഒരു 10 ദിവസം ഇടവിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. ഹിമ പസന്ത് മാത്രം. അത് മാത്രം ഇഷ്ടമുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ പറിച്ച് അങ്ങ് അയക്കും. അതെ അതെ അതെ. പിന്നെ പഴുത്തത് അയക്കത്തില്ല. പഴുത്തത് അയച്ച് എപ്പോഴും പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ ഈ പറിച്ച് അങ്ങ് അയച്ചാൽ അവർ പതുക്കെ ഇച്ചിരി വൈക്കോലൂടെ വെച്ചാൽ പഴുത്തിരിക്കും. ഒരാഴ്ച ആകുമ്പോഴത്തേനും അവർക്ക് പഴുത്ത് കിട്ടും. നമുക്ക് മാവ് മാത്രമല്ല, നമ്മൾ ഇവിടെ ചക്കയും ഉണ്ട്. നമ്മൾ അതായത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു 250ഓളം പ്ലാവ് ഉണ്ട്. ഇത് എന്നാ സൂപ്പർലി J33 ഉണ്ട്. അതുകൂടാതെ നമുക്കിപ്പോൾ സിന്ദൂര റെഡ് ഉണ്ട്. അത് നമ്മളൊരു 250 പ്ലാവ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ മെത്തേഡിൽ വെച്ചേക്കുക. അടുത്ത വർഷം തൊട്ട് അത് ഈൽഡിങ് ആവും. ഉണ്ട്. അത് കർണാടകയുടെ സ്പെഷ്യൽ വെറൈറ്റിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ തന്നെ നമ്മൾ പാക്ഡായിട്ട് ചക്കൻ്റെ ചോള അത് എത്തിക്കാനായിട്ടുള്ള പ്ലാനിലാണ്. ഇവിടെ നമുക്ക് ഈ ഇത് കണ്ടോ, ഇപ്പോഴും ഇതിനകത്ത് ഈച്ചയുണ്ട് കണ്ടോ, വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഡിസംബർ ആകുമ്പോഴേ മാവ് പൂക്കുമ്പോഴേ നമ്മൾ ഒരു 25 മാവിന് ഒരെണ്ണം മതി ഇത് ഫെറമോൺ ട്രാപ്പ് വെക്കും. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയൊന്നും കൊച്ചു മാങ്ങയൊന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ. കൊച്ചിലേ തന്നെ മാങ്ങ താഴെ വീഴുകയെന്നേ ചെറുത് അത് പറക്കി വെള്ളത്തിയിട്ട് ഒരു ഡ്രമ്മോ വല്ലതും എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചേക്കുക. അത് ജോലിക്കാരെ വിട്ട് അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കും. അപ്പോൾ വെള്ളത്തിയിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ അങ്ങെടുത്ത് കളഞ്ഞാൽ മതി. അന്നേരം അത് അടുത്ത വർഷം അത് പിന്നെ വിരിഞ്ഞ് വരത്തില്ല. നമ്മൾ മണ്ണിൽ കിടന്നാൽ അത് വീണ്ടും അത് ഇതാകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര പുഴുക്കേടൊന്നുമില്ല, നല്ല കറക്റ്റ് കിട്ടുന്നത്. പിന്നെ പാലക്കാടോട്ട് പൊതുവെ ഈ എന്താണെന്ന് അറിയത്തില്ല, ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, കേടില്ല, പുഴുക്കേടില്ല മാവിന് പറ്റിയ. അതെ അതെ. ഇതും നമ്മൾ ഈ മൂവാണ്ടം പോലെ തന്നെ ഉള്ള ഒരു ഇതാണ് ഈ തോത്താപ്പൂരി, കിളിമൂക്കെന്നൊക്കെ പറയും ഇവിടെ. പിന്നെ സേലം ബംഗ്ലോര എന്നൊക്കെ പറയും. പണ്ട് ഈ ഫ്രൂട്ടി പിന്നെ അച്ചാറ് അങ്ങനത്തെ എല്ലാത്തിനെല്ലാം ഇവിടെ വന്നിട്ട് ഇതെടുക്കുക. ഇവിടെ ഒരു 45ഓളം വലിയ മാവുണ്ട് ഉണ്ടായിരുന്നു ഈ ഇതിൻ്റെ തോത്താപ്പൂരി. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത് വിൽക്കാൻ പറ്റാത്ത എന്താണെന്നറിയോ? വിൽക്കാൻ പറ്റും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇതും മൂവാണ്ടനും കൊടുക്കുന്നുണ്ട് അവിടെ. ഇത് 1 കിലോയിൽ കൂടുതൽ വരും. അപ്പോൾ നമ്മൾ മിക്സ് ബോക്സ് ഒക്കെ അയക്കുമ്പോഴും ഫെസ്റ്റിന് കൊടുക്കാറുണ്ട്. ആൾക്കാർക്ക് വെറൈറ്റി വെക്കുമ്പോൾ ഇത് ഒരു മാങ്ങ വെച്ചാൽ തന്നെ 1 കിലോ ആയിപ്പോൾ. അപ്പോൾ ചോദിച്ചിട്ട് മാത്രം. നല്ല മാങ്ങയാണ്, ഒരു നാരില്ല, എല്ലായിടവും കായ്ക്കും, എല്ലാ സ്ഥലത്തും കായ്ക്കും. പക്ഷെ കൊല്ലം ഏരിയയിലോട്ടൊക്കെ ഇത്തിരി പുഴുവാണ് ഇതിന്. ഇവിടെ പുഴുവൊന്നുമില്ല കണ്ടോ, ഇങ്ങനെ പിടിക്കും. ഞങ്ങളിപ്പോൾ ഈ അൾട്രാ ഹൈ ഡെൻസിറ്റി വെച്ചത് ഇതുപോലുള്ള ഒരു 10-30 മാവ് മുറിച്ചിട്ടാണ് അവിടെ അൾട്രാ ഹൈ ഡെൻസിറ്റി വെച്ചത്. ഇവിടെ ഉണ്ട് ഇപ്പോഴും വലിയ, കാണിച്ചു തരാം. 40 വർഷമൊക്കെ പഴക്കമുള്ള മാവ് ഇവിടെ ഉണ്ട് ഇതിൻ്റെ തോത്താപ്പൂരി. നമുക്കത് വെയിറ്റ് കൂടുതൽ, നമുക്കതുകൊണ്ട് കുറച്ച് മാവ് മതി. ഇപ്പം നമ്മൾ ഈ വെച്ച കൂട്ടത്തിലും തോത്താപ്പൂരി വെച്ചിട്ടുണ്ട്. ഇത് മൂവാണ്ടനെ പോലെയാണ്, ഇത് ആദ്യം കായ്ക്കും. അപ്പം അത് പണ്ടുള്ള പഴമക്കാർ പറയത്തില്ലേ, ഈ കണ്ടുപൂക്കും എന്നൊക്കെ പറയത്തില്ലേ, സയന്റിഫിക് അറിയില്ല. അങ്ങനെ ഇത് മൂവാണ്ടനെ പോലെ വേഗം ആദ്യമേ ഇത് പൂക്കും. ഇവിടെ ഉണ്ടായതാ. ഇവന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഏത് ഫാമിലിയിൽ കൊച്ചുങ്ങളുണ്ടെങ്കിലും ഇവൻ പിന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ലേബറിന്റെ ഒരു കൊച്ചു പ്രസവിച്ചു. അപ്പൊ ഇവൻ ആ കുഞ്ഞിനെ നോക്കിയിട്ട് അവിടെ തന്നെ കിടക്കും. അപ്പൊ ഇന്നലെ ഇവിടെ ഒരു ഗസ്റ്റ് വന്നപ്പോൾ അവര് പറയാ, ഞങ്ങൾ മാവന്തോട്ടത്തിന്റെ ഉള്ളിലാ, ഞങ്ങൾ അവിടെ ഇവൻ്റെ കുര കേട്ടു. ഇവിടെ 3 പേരുണ്ട്. ഇവനെ ഇവിടെ പ്രസവിച്ചായതുകൊണ്ട് ഇവനെ ഇവിടെ തുറന്നു വിട്ടേക്കത്തേ ഉള്ളൂ. ഇവൻ ആക്ച്വലി ഇച്ചിരി പേടിയാണ്, വേറെ പട്ടികളൊക്കെ പിന്നെ പേടിയാണ്. പക്ഷേ ഇവൻ അവരെ വഴി കാണിച്ച് ആ മാവന്തോട്ടത്തിൽ വരെ കൊണ്ടുവന്നു. അപ്പോൾ മാഡം അവരൊക്കെ പറയുമായിരുന്നു, ഞങ്ങൾ ഭയങ്കര ബുദ്ധിയായതിന് ഞങ്ങളെ വഴി കാണിച്ച് ലീഡ് ചെയ്ത് ഞങ്ങളെടുത്ത് കൊണ്ടുവന്നു അവരെ. ഞങ്ങൾ വന്ന ഞങ്ങളുടെ കൂടെ അവിടെ വീട്ടില്, അല്ലെങ്കിൽ ഈ ജോലിക്കാരുടെ കൂടെ തന്നെ. കുട്ടികളുണ്ടേ അവൻ നോക്കിക്കോളും. നല്ല ബുദ്ധിയാണ്. മാമ്പഴപ്പുളിശ്ശേരിയുടെ ചന്ദ്രക്കാരൻ കണ്ടോ, ഇത് ചട്ടി പിടിച്ചതാ, നമുക്ക് തോട്ടത്തിലുണ്ട്, നല്ല മണമാണ്. ഇതിപ്പോൾ ഈ ചട്ടിയിൽ ഈ വർഷം ഇവിടെ പിടിച്ചത്. നമ്മൾ അതിൻ്റെ കൂടെ വെച്ചെങ്കിൽ ഇത് കണ്ടോ നിൽക്കുന്നത് ഇങ്ങനെ, ഇത് നിറച്ച് മാങ്ങയുണ്ട്, ഭയങ്കര മണം. ഇത് വീണ് തുടങ്ങി. നല്ലോണം കായ്ക്കും. അതാ ഞാൻ പറയുന്നത്, ഒട്ടും സ്ഥലമില്ലെങ്കിലും ഈ ഡ്രമ്മിലോ കവറിലോ കായ്ക്കും കണ്ടോ. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുതിലേ വെളുപ്പിനെ അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഈ മാങ്ങ പറക്കാനായിട്ട് തന്നെ വെളുപ്പിനെ എണീക്കും. എന്നിട്ട് പോയി ചുറ്റിന്ന് പറക്കാം. അതുപോലെ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്
ഫുള്ള് മൊത്തം മാങ്ങ കിടക്കുക. ഇത് വെറൈറ്റി അതായത് ചന്ദ്രക്കാരൻ തന്നെ, ചന്ദ്രക്കാരൻ. നല്ല മണമുള്ള നല്ല മണമുള്ള മാങ്ങ. അതായത് മൊത്തവും ഇവിടെ തറയിൽ കിടക്കുക. പണ്ട് ഇങ്ങനെ വീഴുന്നത് പറക്കാനാണ് എല്ലാവരും പോകുന്നത്. ഓക്കെ. ട്രംബിലും തറയിലും എല്ലാം കായ്ക്കും. തറയിൽ വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും നമുക്ക്. ഇത് നമ്മുടെ ഇവിടുത്തെ നഴ്സറിയിൽ വെച്ചിരിക്കുന്നതാണ്. ഈ ഡ്രമ്മിലൊക്കെ ഇവിടെ വെച്ചിരിക്കുക. പക്ഷേ ഇതൊന്നും ഇപ്പോൾ അവിടെ ഇത് കണ്ടിട്ട് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റില്ല. ഇത് കൊണ്ടുവരാൻ പറ്റാത്ത കാര്യം ഇതാണ്. കണ്ടോ, ഇവിടെ വന്ന് വണ്ടിയിലൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ മാങ്ങയൊന്നും കിട്ടത്തില്ല. ഇത് എല്ലാ വെറൈറ്റിയുടെയും ഉണ്ട്. തോത്താപ്പൂരിയാണ് ഇത്, ഹിമാപസന്ത്, നീലം, ഇത് നീലം, ഇത് സിന്ദൂരം. ഇതാണ്ടോ നീലമൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതാണ്ട് ഇത് സിന്ദൂരം. എന്താ കണ്ടോ, അൽഫോൺസൊക്കെ കാണിച്ചാൽ കവറിലും ഉണ്ട്. ഇത് സിന്ദൂരം, അൽഫോൺസ അത് ആ ബാക്കിലും ഉണ്ട്. അല്ല ഇതെന്താണെന്നറിയാമോ, ഈ ഡ്രമ്മിൽ കൊണ്ടുപോകാൻ പറ്റാത്തതാണെങ്കിൽ ഇത് ഉണ്ടല്ലോ ഈ കവറ്, ഈ കവറിൽ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും എളുപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടോ, ഇത് അൽഫോൺസയാണ്, ഇതാണ് ഇത് തോത്താപ്പൂരി. ഇവിടെ എല്ലാം പിന്നെ ഇതെല്ലാം ചെറിയ കവറുണ്ട്. ഇതിനകത്തൊക്കെ മാങ്ങ പിടിച്ചതാ കണ്ടോ, ഇതൊക്കെ മാങ്ങ പിടിച്ചത്. ഇതെല്ലാം അൽഫോൺസ അതാണ്. എല്ലാം നിറച്ച് കാഴ്ച കിടപ്പുണ്ടല്ലേ. പിന്നെ നമ്മളെ ഇവിടെ മൾട്ടിഗ്രാഫ്റ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇത് മൾട്ടിഗ്രാഫ്റ്റും ഉണ്ട്. പിന്നെ നാംഡോക്മായുടെ ഉണ്ട്. ഇതാണ് കോട്ടർകോണം. എന്താ അത് കണ്ടോ, കോട്ടർകോണം. അത് നമ്മൾ പിടിച്ചു കിടക്കുന്നത് ഇത് കോട്ടർകോണം. ഇത് ഇഷ്ടംപോലെ നമുക്ക് ഈ തൈ തന്നെ നമ്മളെടുത്ത് താഴെ വെച്ച് കഴിയുമ്പോഴേ വലുതാവുന്നത്. ഇത് കണ്ടോ, ഇത് കവറിൽ തന്നെ ഇരിക്കുന്നതാണ് ഇത്രയും മാങ്ങ. ഇത് ഡ്രമ്മിലിരിക്കുന്നതാണ്. നമ്മൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ വെച്ചത് കണ്ടില്ലേ. അപ്പം ഇതിൻ്റെ വേര് താഴെ പിടിച്ചു പോയിട്ടുണ്ട്. അത് ഇളക്കാൻ പറ്റത്തില്ല. കവറിയും താഴെ പോയിട്ടുണ്ട്. ഇത് ഡ്രമ്മാണ്. ഇതിനകത്തൊന്നും താഴെ പോയിട്ടില്ല. പക്ഷേ ഇത് കോട്ടർകോണം. കവർ ഇടുമ്പം ഇത്രയും ഒരു ചിലപ്പം ഒരു വേറെ കളർ. ഇത് പക്ഷെ പഴുത്തു മാങ്ങ കോട്ടർകോണം. ഇത് നല്ല റെഡ് കളർ വരും. അതൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ കണ്ടോ. പിന്നെ ഇതേപോലെ ഒരു തൈ എടുത്ത് വെച്ചാൽ മതി ഡ്രമ്മിലൊക്കെ. ഇതിൻ്റെ വലുതുണ്ട്. ഇതെല്ലാം നാംഡോക്മായ ഇവിടെ. ഇപ്പുറത്ത് പിന്നെ ഇത് നമ്മൾ ഫെസ്റ്റിനായിട്ട് ഇപ്പോൾ ഒത്തിരി ഉണ്ട് ഇവിടെ. അവിടെയുണ്ട് കവറിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചിലതൊക്കെ കവറിൽ തന്നെ നിൽക്കുക. ഇത് അതുകൊണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് വരാം. ഇത് മൾട്ടിഗ്രാഫ്റ്റാണ്. ഈ മൾട്ടിഗ്രാഫ്റ്റിനകത്ത് മൾട്ടിഗ്രാഫ്റ്റ്. ഇതിനകത്ത് ഇപ്പുറത്ത് വേറെ മാങ്ങകളുണ്ടോ, ഇപ്പുറത്തെ കോട്ടർകോണം ഉണ്ട്. വേണ്ട ഇത് വേറെയാണ്. അകത്ത് നിൽപ്പുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പിന്നെ അതും ഡ്രമ്മിനകത്തൊരു ഇതാണ്, കോട്ടർകോണമാണ്. ഇതെല്ലാം കവറിൽ ഉണ്ട്. മൾട്ടിഗ്രാഫ്റ്റ് കൊല്ലത്താണ് ശരിക്കും മൾട്ടിഗ്രാഫ്റ്റ് കവറിൽ നല്ല തൈകളുണ്ട്. എല്ലാം വാങ്ങിക്കാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് പ്രിഫർ ചെയ്ത് ഇവിടെ വണ്ടി കൊണ്ടുവരുന്നവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അല്ലെങ്കിൽ അവിടെയാണ് കവറിൽ ഇഷ്ടം പോലെ. അതായത് ചക്കരക്കുട്ടി ഇതൊക്കെ നമ്മൾ കവറിൽ വെച്ചിരിക്കുന്നതാണ്. ചക്കരക്കുട്ടിയുടെ തൈ അന്വേഷിച്ച് ഒരുപാട് പേര് വിളിച്ചിരുന്നു. അതെ അത് കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ ഇത് തൈ വെച്ചിരുന്നിട്ട് ഇവിടെ ബനാന മാങ്കോ. അയ്യോ, അതിനി അടുത്ത് ഇളക്കാൻ പറ്റില്ല. ഇതെല്ലാം ബനാന മാങ്ങയാണ്. അത് അവിടെയുണ്ട്, വേറെയുണ്ട്. അത് ചെറിയ കവർ നിൽക്കുന്നതാണ്. അത് കാണിച്ചു തരാം. പിന്നെ അതാണ്ട് ഇതെല്ലാം നമ്മൾ ശരിക്കും ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത്, നിങ്ങൾ കാണുന്ന സമയത്ത് ആദ്യം വരുന്നവർക്ക് ഏറ്റവും നല്ല തൈ കിട്ടും ഉറപ്പാണ്. കാരണം ഇതൊക്കെ കുഞ്ഞു കവറിൽ ഇരുന്നിട്ട് ഇതെല്ലാം ഇവിടെ ആൾക്കാർ ഈ ലൈനെല്ലാം കൊണ്ടുപോയതാ. ഇവിടെ എല്ലാം അവർ വന്ന് എല്ലാവരും കൊണ്ടുപോയത്. ഇതെല്ലാം അൽഫോൺസ ഇതൊക്കെ കൊടുക്കാനുള്ള കവർ. ഇതെല്ലാം ഈ കവറുകളല്ല. പക്ഷേ ഇവിടെ വരണം. നമ്മൾ ഇത് അവിടെ കൊണ്ടുവരുമ്പോഴത്തേന് മാങ്ങ പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് അല്ലേ മാങ്ങ കഴിഞ്ഞിട്ടേ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പം എനിക്ക് ഇത് അവിടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല ഇത് എത്രമാത്രം സക്സസ് ആവും. ഇത് പോയില്ലേ മാങ്ങ. ഉണ്ടോ, ഇത് ഇത്രയും എല്ലാം. ഇനി അങ്ങോട്ടൊരു ഓട്ടോ ആയിരിക്കും അല്ലേ ചേച്ചി? അതെ, എല്ലാം ബംഗനപ്പള്ളി ആ ലൈനെല്ലാം ഇതെല്ലാം ഉണ്ടോ, ഇതെല്ലാം മാങ്ങയുള്ളതാണ്. ഇതെല്ലാം കായ്ച്ചതാണ്. ഇത് ഫുള്ള് ഇത് കണ്ടോ, ബംഗനപ്പള്ളി. ഇതെല്ലാം ഈ ഇടയ്ക്കെല്ലാം ഇതിനെല്ലാം ബംഗനപ്പള്ളി. അതെല്ലാം സിന്ദൂരം. ഇതെല്ലാം കായ്ച്ചതാണ്. ഇതെല്ലാം ഈ പ്ലാന്റ് എല്ലാം കൊടുക്കാനുള്ളതാണ്. തോത്താപ്പൂരി ഇതോ കണ്ടോ പിടിച്ച് കിടക്കുന്നത് എല്ലാം. ഇത് അൽഫോൺസ. ഇതൊക്കെ ഡ്രമ്മിലൊക്കെ വെക്കാൻ നല്ല ഇതാണ്. കാരണം അത് കറക്റ്റായിട്ട് ഒരു കട്ടിലൊക്കെ നിൽക്കുക. അത് നല്ലതാണ്.
ഡ്രമ്മിലേക്ക് ഇറക്കി ആ ഡ്രമ്മിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം ഇത് ഈ ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഡ്രമ്മോട് കൂടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് പല പ്രശ്നങ്ങളുണ്ട്. അല്ലെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് വെക്കാം. അതല്ല ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഡ്രമ്മിലാക്കിയാൽ മതി സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ അത്ര പാടുമില്ല. ഈ ഫാമിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമെന്നാണെന്ന് പറഞ്ഞാൽ ഡ്രമ്മിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ട് പോകും അല്ലേ? അതെ, ആ രീതിയിലാണ് ഡ്രമ്മിൽ നിൽക്കുന്നത്. പക്ഷേ എളുപ്പം എന്ന് പറഞ്ഞാൽ കവറിൽ നിൽക്കുന്ന കൊണ്ട് ആ രീതിയിൽ കവറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടുമാങ്ങ വരെ ഉണ്ടല്ലോ പിടിച്ച് കിടപ്പുണ്ടല്ലോ. അതായത് നമുക്ക് ഇത് സൂപ്പർ ക്യൂന്, ഇത് ഡ്രമ്മിനകത്തുള്ളതാ. ഓക്കെ, സൂപ്പർ ക്യൂൻ അല്ലേ? ആ സൂപ്പർ ക്യൂൻ ഡ്രമ്മിൽ. ഇത് കൊല്ലത്ത് നമുക്ക് വലിയ ഡ്രമ്മിലുണ്ട് മാങ്ങ. ഇതൊക്കെ ഇപ്പോൾ ഫെസ്റ്റിന് അവിടെ കൊണ്ടുവരത്തക്കതാ. ഇത് കണ്ടോ, ഇത് ഡ്രമ്മിനകത്താണ്ടോ ബുധാദത്ത്. ഇത് നമ്മൾ ഇത് ചന്ദ്രക്കാരൻ ഉണ്ട്, അത് നാട്ടുമാങ്ങ. ചന്ദ്രക്കാരൻ ആപ്പിൾ റൊമാനിയ, കർപ്പൂരം അവിടെയാ. ഇത് ആപ്പിൾ റൊമാനിയ അല്ലേ? ആപ്പിൾ റൊമാനിയ. ഇതെല്ലാം ഡ്രമ്മിലാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ സ്ഥിരം ഇരിക്കുന്നതാണ്. ഇനി ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡ്രമ്മിൽ ഇത് കായ്ച്ചിരിക്കുന്നത്. ഇത് പ്രിയൂരും എല്ലാം നമ്മൾ കവറിൽ കായ്ക്കും. കണ്ടോ, ഇതാ ഡ്രമ്മിൽ, ചെറിയ ഡ്രമ്മിൽ ഇരിക്കുന്നതാണ്. ഇതാ അല്ല, ഇതൊക്കെ മൂത്ത് നിൽക്കുക പ്രിയൂര്. ഇതുണ്ടോ, ഇത് ബനാന മാങ്ങയുടെ ഒരു തൈയാണ്ടോ. ഈ തൈ ഇവിടെ കായ്ച്ചതാണ്ടോ, ഈ വെച്ചിരുന്ന തൈ കായ്ച്ചതാ അത്. ഇതാ കണ്ടോ, ഇതാ നമ്മൾ പറയുന്ന കുറ്റമല്ല. അതായത് നോക്ക്, ഈ ഒരു കുഞ്ഞൻ കവറിലല്ലേ, ഈ കൊച്ചു കവറിൽ. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നതാ, കണ്ടില്ല. അത് നമ്മളൊന്ന് കവറ് മാറ്റി കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക, നല്ലൊരു പ്ലാന്റ് ആവും ഇത്. പിന്നെ അത് പ്രൂണിങ് ഒക്കെ കൊടുക്കാമെങ്കിലേ നല്ല പ്ലാന്റ്. പക്ഷെ ഇതിപ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ ഇത് കാറിലൊക്കെ വെച്ച് കൊണ്ടുപോകാം ആൾക്കാർക്ക്. നമ്മൾ അവിടെ കൊല്ലത്ത് എല്ലാവരും ചോദിക്കുന്നത് കായ്ച്ച പ്ലാന്റ് ഇത്രയാണ്. അവിടെ അത്രയും അങ്ങനെ ഇരിക്കില്ല നമുക്ക്. ഇവിടെ ഇത് കണ്ടോ, കോശേരി. അത് നമ്മൾ തോട്ടത്തിൻ്റെ അവിടെയുണ്ട് കോശേരി. ഇത് ചക്കരക്കുട്ടി ഉണ്ടോ ഈ കവറിൽ. കഴിഞ്ഞ വർഷം നമ്മൾ വിട്ടിരുന്ന പ്ലാന്റ് ചക്കരക്കുട്ടി പിടിച്ചു കിടക്കുന്നതാണ്. ആ അതാ പറയുന്നത്. അത് നമ്മൾ ചെറിയ തൈ തന്നെയാണത്. പക്ഷെ അത് എടുത്ത് വെച്ച് കഴിയുമ്പോൾ കവർ മാറ്റി കഴിയുമ്പോൾ തന്നെ വലുതാവും. അതാണ്. ഇത് കോശേരിയൊക്കെ കവറിലല്ലേ, ഇത് കവറിലല്ലേ. അപ്പം അത് നമ്മൾക്ക് സ്ഥലം ഇത് കണ്ടോ, സിന്ദൂരമായത്. ഇത് സിന്ദൂരം വലുതുമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് കർപ്പൂരം മാങ്ങ, കൊല്ലത്തിൻ്റെ കർപ്പൂരം കണ്ടോ. ആ കറക്റ്റ് കളർ വന്നുണ്ടോ, ഈ കളറാണ് നമ്മുടെ. കണ്ടോ, ഇതിനകത്താണ്, ചട്ടിക്കകത്താണ്, ഇത് ഡ്രമ്മിനകത്താണ്ടോ. നമുക്ക് ആവശ്യമുള്ള മാങ്ങ കിട്ടും. നമ്മൾ എത്ര സ്ഥലം ഇല്ലെങ്കിലും ഒരു വെയിൽ വേണം, അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതിനിപ്പോൾ ഇവിടെ ഒന്ന് വെച്ച് കെട്ടിക്കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് പോവും. ഇത് ഫെസ്റ്റിന് ഈ മാങ്ങ കൊണ്ടുവരും. ഇത് കവറിട്ടേക്കുന്ന അതുകൊണ്ടാണ്. ഭയങ്കര പാടാ. അതാണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ തന്നെ ചെയ്ത് ഇച്ചിരി. ഇതിപ്പോൾ ഈ വർഷം പ്രൂൺ ചെയ്യും നമ്മൾ. അപ്പോൾ എന്നാലും നമുക്ക് മാങ്ങ കറക്റ്റായിട്ട് കിട്ടുമല്ലോ. ഇതുണ്ടോ, ഈ തൈകളെല്ലാം നമ്മൾ സെയിലിനുള്ളതാണ്. ഇത് കണ്ടോ, കൊച്ചു കവറായത്, കുഞ്ഞ കവറാ. ഇത് കണ്ടോ, തോത്താപ്പൂരിയൊക്കെ കണ്ടോ. ഇതാ ഇത്രേ ഉള്ളൂ ആള്. ആ കവറിന്റെ സൈസ്. ഈ മാങ്ങ പിടിച്ചതുകൊണ്ട് ഇതിങ്ങനെ ചാഞ്ഞ് കിടക്കും. നമ്മൾ ഈ പ്രാവശ്യം മാങ്ങ കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തേ പ്രൂൺ ചെയ്ത് വിട്ടാൽ മതി. ഇതൊക്കെ കാറിൽ പോയി നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. കാരണം കവർ സൈസ് ചെറുതാണ്. പ്ലാന്റ് ഈ രീതിയിൽ നമുക്ക് മാങ്ങയിനകത്ത് ഇതെല്ലാം ഈ ലൈൻ മൊത്തം അതാണ് തോത്താപ്പൂരി. ഇതെല്ലാം സിന്ദൂരം, എൻ്റെ കാലാപ്പാടി സിന്ദൂരം. ഇതെല്ലാം തൈകളാണ് ചെറിയ. ഈ വീഡിയോ കാണുന്ന സമയത്ത് ആദ്യം വരുന്നവർക്ക് എന്തായാലും ഏറ്റവും നല്ലത് കിട്ടും. ഇത് കാലാപ്പാടി, ഇത് കാലാപ്പാടിയാണ്. ഇതെല്ലാം സിന്ദൂരം.
ഇത് ജംബോറണ്ട. ഇത് നമ്മുടെ കൊല്ലത്തെ നഴ്സറിയിൽ വലിയ മാങ്ങ. ഇത് ചെറിയ ഡ്രമ്മിനകത്താ. ഇതിപ്പം ഇത് ഇത്രയല്ല, 1 കിലോ 1.5 കിലോ 2 കിലോ വരും. ഇത് അവിടെ എല്ലാം ഈ പ്രാവശ്യം പഴുത്തു പോയി. ഫെസ്റ്റിന് വയ്ക്കാൻ ചിലപ്പോൾ ഇവര് കൊണ്ടുവരേണ്ടി വരും. കാരണം അവിടെ എല്ലാം നമുക്ക് നേരത്തെയായിരുന്നു. പിന്നെ ഇത് അതല്ല, ഇത് അവിടെ 2-3 മാങ്ങയുണ്ട്. ഇതാ മഹാരാജ പസന്ത്. ഇതൊക്കെ നമ്മൾ ഫെസ്റ്റിന് കൊണ്ടുവരുന്നുണ്ട്. ഇത് അകത്തുണ്ട്. പിന്നെ ഇത് ചക്കരക്കുട്ടി പിടിച്ച് കിടക്കുന്നുണ്ടോ? ഇതൊക്കെ കുറച്ച് പേര് പഴുത്തു പോയി. ഇത് കുറച്ച് ഇവിടുന്ന് പറിച്ചു. നാപ്ടോക്ക് മായുടെ നല്ല പഴുത്താണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ചെറിയ, ഞാനിപ്പോഴാണ് കണ്ടത് ഇതിനകത്ത് മാങ്ങയുണ്ടെന്ന്. കണ്ടോ, മഹാജനക്ക് ചെറിയ തൈയാണ്ടോ, ഇപ്പം എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന കവറിലെ തൈയുടെ ആ തൈ തന്നെ ഇത് എടുത്ത് വെച്ചതാണ്ടോ. എത്ര മാങ്ങയുണ്ടതാ. അല്ല, ഇനി കവറിൽ കാഴ്ച ഞാൻ കാണിച്ചു തരാം. നല്ല നല്ല മാങ്ങയാട്ടോ, നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും, നല്ല മാങ്ങ. വെക്കാൻ സജസ്റ്റ് ചെയ്യുന്നൊരു മാങ്ങ. ബനാന മാങ്ങ മഹാച്ചനക്ക് നല്ലതാണ്. ഇത് കവറിൽ കാഴ്ച ഉണ്ടല്ലോ. ഓ, കവറിൽ കാഴ്ചയുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അമ്രപാളി, ഇത് അമ്രപാളി. പഴുത്ത് നിൽക്കുമായിരുന്നു. എല്ലാം ചക്കരക്കുട്ടിയുടെ നമ്മൾ സെയിലിനുള്ള പ്ലാന്റുകളാണ്. ഇവിടെ കാഴ്ച ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇവരെ എല്ലാവരെയും കൊല്ലത്ത് ഇപ്പൊ കൊണ്ടുവരും. കാരണം ഈ കൊല്ലത്ത് കാഴ്ചതെല്ലാം കഴിഞ്ഞു. അപ്പൊ അന്നേരം ഇത് ഇവരെ എല്ലാവരും ഇപ്പം ചക്കരക്കുട്ടി ചോദിച്ചാൽ എപ്പോഴും ആൾക്കാർ വരും. വരും. അപ്പൊ ഇവരെ എല്ലാവരും ഇപ്പൊ കൊണ്ടുവരും. ഇത് വലിയ ഡാമേജ് ഇല്ലാതെ അങ്ങ് എത്തും. പേടിയാണ്, പക്ഷെ എന്നാലും ഇതുണ്ടോ, ഇതെല്ലാം കാഴ്ചതാ, എല്ലാം കാഴ്ചതാ, ഇതെല്ലാം കാഴ്ചയ്ക്കതാ. ഇത് മൊത്തം ചക്കരക്കുട്ടിയാ. ഇതെല്ലാം അവിടെ എത്തും. ഇതെത്തും. ഇതെന്തായാലും കൊണ്ടുവരും. ഇത് പൊതിഞ്ഞൊക്കെ കൊണ്ടുവരാം. എല്ലാം ഒരുപ്പെട്ട തൈ എല്ലാം മാങ്ങയോടെ നിൽക്കുന്നത്. അതെ, ഇതെല്ലാം മാങ്ങയോടെ നിൽക്കാതാ. പാലക്കാട് അതുവരെ എത്തിക്കാനുള്ള അതാണ് ഒരു ബുദ്ധിമുട്ട്. ഇനി ഇവിടെ വന്ന് നേരിട്ട് എടുക്കാം അല്ലേ? അതെ, ചക്കര ഇവിടെ വന്ന് ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. അവരുടെ വണ്ടിയിൽ അവരുടെ ഇഷ്ടത്തിന് എടുത്തിട്ട് പോകാം. നിങ്ങളുടെ കൊണ്ടുപോകാനുള്ള സൗകര്യം പോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കവറിൽ കാഴ്ചതുണ്ട്, ഡ്രമ്മിൽ കാഴ്ചതുണ്ട്, ചെറിയ തൈകളുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനനുസരിച്ച് ഇവിടെ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാം. പാലക്കാടാണ് നമ്മുടെ ലൊക്കേഷൻ പറയാമോ? ഇത് കൊഴിഞ്ഞാമ്പാറ. ഏതെങ്കിലും ഫാം നോക്കിയാൽ മതി അല്ലേ? മതി. ഇത് ഒരു 3 ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു മാങ്ങ. ഇത് അവിടെ കൊല്ലത്തുണ്ട്, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് ചെറിയ തൈ ഇവിടെ കായ്ച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഈ വെറൈറ്റി നോക്കി. ഇത് കവറിൽ നിൽക്കുന്നതാണ്. ഇത് കവറിൽ നിൽക്കുന്നത്. കവറിൽ കണ്ടോ, ഇത് ഈ കവറിൽ. ഇത് ഡയറി ഉണ്ട് നമുക്ക്. അപ്പോൾ അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും നമ്മുടെ ഡയറി പ്രൊഡക്ഷൻ, ഇപ്പം നെയ്യേ ഉള്ളൂ നമുക്ക്. അടുത്ത വർഷം തൊട്ട് നമ്മൾ പ്രൊഡക്ഷനും ഉണ്ട്. അപ്പോൾ അതാണ് ഈ പുല്ല് നമ്മളിങ്ങനെ എല്ലായിടവും, ബാക്കി സ്ഥലങ്ങളെല്ലാം അതാണ്. ഇവരെല്ലാം ഇവിടുത്തെ കുട്ടികളാണ്. നമ്മുടെ അവൻ കൊണ്ടുപോയത് പൂങ്കന്നൂരാ. അവൻ്റെ ഒരു പേർ അവിടെ ഉണ്ട്. ഇവരെ ഒരു ഫ്രീ ഗ്രേസിങ് സിസ്റ്റത്തിൽ ഇവരെ വളർത്തുന്ന എല്ലാവരെയും. ഇവരെല്ലാം നമ്മുടെ കുട്ടികൾ തന്നെയാണ്, ഇവിടെ ഉണ്ടായ കുട്ടികളാണ് ഇവരെല്ലാവരും. പശുവെല്ലാം നമുക്ക് അപ്പുറത്തുണ്ട്, കാങ്കയും എല്ലാം നാടൻ പശു എല്ലാം അപ്പുറത്ത് കാണാം. ഇവരെ ഇങ്ങനെ വളർത്തുന്നത്. ഫ്രീ ആയിട്ട് ഓടി നടക്കാനായിട്ട് ഇവരെ അങ്ങനെ വെച്ചേക്കുന്നത്. ഇവരെ ഇറങ്ങിപ്പോയിക്കളെ അല്ലെങ്കിലേ. ഇത്രയും സ്ഥലം ഇവർക്ക് കൊടുത്തേക്കുക. അപ്പോൾ ഇവരിവിടെ നിന്നിട്ടങ്ങ് ഇതായിക്കോളും, വളർന്നോളും. ഈ കാഫ് പെന്നിന്ന് നമ്മൾ ഫ്രീ ഗ്രേസിങ്ങിലേക്ക് 3 മാസം ആകുമ്പം വിടും. അത് കഴിയുമ്പോൾ നമ്മൾ ഇവരെ എല്ലാവരും താഴെ കൊണ്ടുപോകും. ഇപ്പം ഇവരും എല്ലാം അവിടെ താഴെ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് ഇവിടോട്ട് വരും ഇവരിപ്പോൾ ഇവിടെ 10 പേരുണ്ട്. ഇനിയിപ്പോൾ താഴെ ചനയായി നമ്മുടെ തന്നെ കുട്ടികൾ ചനയായത് കാണിച്ചു തരാം. താഴെ ഇവള് ഇപ്പോൾ പ്രസവിക്കാൻ ഇനിയിപ്പോൾ ഒരാഴ്ച പോലും ഇല്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടായ കുട്ടികളാണ്, നമ്മുടെ കുട്ടികളാണ്. ഇവളുടെ അമ്മയൊക്കെ ഇവിടെ ഉള്ളതാണ്. ഈ കിടക്കുന്ന ഇത്രയും പേര് നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ ഇവർ 2 പേരും 2 ദിവസത്തെ വ്യത്യാസത്തിൽ പ്രസവിക്കും. അപ്പോൾ അത് തന്നെ നമുക്കൊരു ആ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, മക്കളെ വളർത്തുന്ന പോലെ. അതാ ഇവർക്ക് അസുഖങ്ങളില്ല, ഇവിടെ തന്നെ ജനിച്ചു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മാങ്ങാത്തരയാ. നമ്മൾ ഇവിടെ ഡ്രൈയറൊക്കെ, അപ്പോൾ ഇവിടുന്നാണ് ഇത് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇത് മാങ്ങാത്തര ഒന്ന് കഴിച്ചു നോക്ക്. നല്ല കാണുമ്പോഴേ കൊതി വരും കേട്ടോ. നല്ല പേഴ്സിന്റെ കളർ പോലെ ഇരിക്കും, നല്ല ഉണക്കി വെച്ചിട്ട്. മാമ്പഴത്തര. ഇത് നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം.
അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, എന്നാലും വേണമെങ്കിൽ നമുക്ക് സേഫ്റ്റിക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എപ്പോഴും നമ്മുടെ മാങ്ങ കയ്യിലുള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം. പിന്നെ ഇത് നമ്മൾ പായസം എല്ലാ വർഷവും ഉണ്ടല്ലോ, അപ്പോൾ പായസത്തിന് ഇത് ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ പശുവിനകളെ കണ്ടില്ലേ, ഇപ്പോൾ നാടൻ നെയ്യ് നമ്മൾ ഈ വർഷം അവിടെ സ്റ്റോറിലെല്ലാം എപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷം പുതിയതായിട്ട് മാംഗോ ഫെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇത് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക. നാടൻ നെയ്യ് നമ്മളെ നാടൻ പശുക്കളുടെ ഒരു സെക്ഷൻ വേറെ ഉണ്ട്, അല്ലാത്ത പശുക്കളുടെ ഒരു സെക്ഷൻ വേറെ ഉണ്ട്. അപ്പോൾ നാടൻ പശു കണ്ടില്ലേ, കാങ്കയം, വെച്ചൂര് ഈ സൈഡിലെല്ലാം വെച്ചൂര. അപ്പോൾ അവരുടെ നെയ്കളായത് നല്ല നാടൻ നെയ്യ് അല്ലേ. അപ്പോൾ മാമ്പഴം, പിന്നെ മാങ്ങാത്തര, പിന്നെ അവിടെ ഉണ്ട് വേറെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്, ഇപ്പൊ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ അല്ലേ ഒരുപാട് ഇപ്പൊ തന്നെ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റോറിലാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത്. ഓൺലൈനിൽ നെയ്യ് അയച്ചിട്ടില്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും. പക്ഷെ ഒരു ലിമിറ്റ് ചോദിക്കണം, എന്നാലേ നമുക്ക് അല്ലാതെ പറ്റില്ല. മീൻസ് ഇപ്പൊ ഇത് മാംഗോ ഫെസ്റ്റിനായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത ഒരു ബാച്ച്. അപ്പോൾ ഇതിപ്പോൾ വെളിച്ചെണ്ണയുടെ നടന്നുകൊണ്ടിരിക്കുന്നത്, കോക്കനട്ട് ഓയിലിൻ്റെ. അപ്പോൾ അന്നേരം ഇനി നമുക്ക് അത്രയും സമയമേ കാണത്തുള്ളൂ, ഉണ്ടായിട്ടില്ല, ഒരുപാട് ചെയ്യത്തില്ല നമ്മൾ, ഒരു ബാച്ച്. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുക, ഒരു ബാച്ച്. ശുദ്ധമായ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. സ്ഥിരം നമുക്ക് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാമ്പഴത്തിരയായാലും നെയ്യ്, ശുദ്ധമായ നെയ്യ്, നാടൻ നെയ്യായാലും നമ്മൾ വിളിക്കാം അല്ലേ, എത്തിച്ചു കൊടുക്കാം. ഇത് ഫ്രൂട്ടിയാണ്. നമ്മളിവിടെ വേസ്റ്റായി പോകുന്ന മാങ്ങ മതി നമുക്ക്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇപ്പോഴേ പറഞ്ഞത്, ഇതൊന്നും അവിടെ മാംഗോ ഫെസ്റ്റിന് ചോദിച്ചാൽ നമുക്ക് തരാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. അടുത്ത വർഷം ദൈവാനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ചൂടും തിരക്കും ഈ വർഷം അറിയാലോ, ചൂട് ഭയങ്കരമായിട്ട് നമ്മൾ ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഇത് പനാക്കോട്ടയാണ്. ഇതൊക്കെ നമ്മൾ സെർവ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്കത് പറ്റുമോയെന്ന് അറിയത്തില്ല. ഇത് മാംഗോ പനാക്കോട്ട, ഇത് ഫ്രൂട്ടിയുടെ പറഞ്ഞുതരാം റെസിപ്പി. വേറെ ഒന്നുമില്ല, ഒരു പച്ചമാങ്ങ, ഒരു 3 പഴുത്ത മാങ്ങ, ഒരു 2 പച്ചമാങ്ങ. അത് നമ്മൾ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ, എന്നിട്ട് നല്ലതായിട്ട് അരിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാര വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ പച്ചമാങ്ങ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുളിരസം കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ നാരങ്ങാനീരോട് ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട് റെഡി. തണുപ്പിച്ച് നമുക്ക് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും എടുക്കാം, ഫ്രിഡ്ജ് വെച്ചാൽ മതി. ശുദ്ധമായ സെയിം പിടിച്ചു നോക്കൂ, ഫ്രൂട്ടിയാണോ അത് എന്താണെന്ന് പറ അല്ലേ, ഫ്രൂട്ടി തന്നെ അല്ലേ. നമ്മളന്നേരം വേറെ ഒന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴും എല്ലാം കൊടുക്കാം സുഖമായിട്ട്. ടേസ്റ്റ് എനിക്ക് അറിയാം, കാരണം എല്ലാ വർഷവും വരുന്നുണ്ട്, എല്ലാ വർഷവും ചേച്ചി ഞാൻ വരുന്നവർക്കൊക്കെ ബോട്ടിലൊക്കെ ആക്കി കൊടുത്തോട്. ഇന്നലെ വന്ന ഗസ്റ്റിന് കൊടുത്തു, അടുത്ത വർഷം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ നോക്കാം, ഡയറിയുടെ എൻ്റെ കൂട്ടത്തിൽ ഇത് നോക്കാം. നമ്മളിപ്പോൾ 5 kg ബോക്സാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതേ ഇപ്പോഴേ. അപ്പോൾ അന്നേരം വൈക്കോല് വേണമെങ്കിൽ ഇടത്തുള്ളൂ, ചിലർക്ക് വൈക്കോല് ഇടത്തില്ല, പഴുക്കണമെന്നുണ്ടെങ്കിൽ ഇടും. വയ്ക്ക് ജീവനാണ് ഇത് ഹിമാപസന്ത. അപ്പം ചിലർ റിക്വസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണേന്ന്. അന്നേരം അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് പൊതിഞ്ഞിട്ട് ഒരു ഹിമാപസന്ത എന്നൊരു ഹെച്ചങ്ങ് എഴുതും. എന്നിട്ട് പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഇടാൻ പറയും. ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ഹിമാപസന്ത്. ഇത് മിക്സ് ബോക്സാണ്. മിക്സ് ബോക്സ് പാക്ക് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ഇനി 2 ബംഗനപ്പള്ളി എടുക്കുക. അപ്പം ഇത്രയും പച്ചയെ നമ്മൾ വെക്കുകയുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും അങ്ങ് പഴുത്തു പോകും. ഉണ്ട് ബംഗനപ്പള്ളിയുടെ എഴുതി. ഇത് 2 മാങ്ങ വെയിറ്റ് ഉള്ളത്. അപ്പോൾ ചിലപ്പം ഭയങ്കര വെയിറ്റ് ഉള്ളത് കാണാം, അത് ബംഗനപ്പള്ളി. ജീബ ആയിരുന്നു കഴിഞ്ഞ വർഷം തന്നെയല്ല അയച്ചത്. ജീബ കുഞ്ഞായി, അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഇത് അൽഫോൺസ. ഇപ്പം നമ്മൾ ഇതിപ്പോൾ 2 ബംഗനപ്പള്ളിയും 2 ഹിമപസന്തും വെച്ചല്ലോ. ഇനി ബാക്കി മിക്സ് മാങ്ങകളാണ് വെക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ വരെ 2 കിലോ ഇത്രയായി, 4 മാങ്ങ. അപ്പം അന്നേരം എല്ലാ മാങ്ങയും കിട്ടണ്ടേ. ഇനി അൽഫോൺസ ഒരു 3 എണ്ണം വയ്ക്കും, 3 4. ചിലപ്പോൾ റിക്വസ്റ്റ് പറയും അൽഫോൺസ മതിയെന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ വയ്ക്കും. അതല്ല ഈ ഹിമാപസന്ത് മാത്രം വേണമെന്നവർക്ക് അങ്ങനെ അയക്കും. ഇപ്പം അൽഫോൺസ ഉണ്ടോ, അത് 3 എണ്ണം വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്ന് പറിച്ചതാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ ഇന്ന് അയച്ചാൽ തിങ്കളാഴ്ച കിട്ടത്തുള്ളൂ. വൈകിട്ടാണ് നമ്മളിവിടുന്ന് അയക്കുന്നത്. ഇതിപ്പോൾ 3 എണ്ണം വെച്ച് കണ്ടോ, അൽഫോൺസ 3 എണ്ണം വെച്ചു. അപ്പോൾ അതായി. ഇനി ബാക്കി കാലാപ്പാടി സിന്ദൂരം.
റിക്വസ്റ്റ് അനുസരിച്ചിട്ട് വെക്കും. ഇതിനകത്ത് നമ്മൾ മൂവാണ്ടനോ തോത്താപ്പൂരിയോ ഒന്നും വെക്കത്തില്ല. പിന്നെ നമുക്ക് ചക്കരക്കുട്ടിയൊക്കെ വെക്കാൻ എല്ലാവരും പറയുന്നെങ്കിലും നമുക്ക് അത്ര അവൈലബിൾ അല്ല. ഫെസ്റ്റിന് അവിടെ ഉള്ളത് നമ്മളവിടെ വയ്ക്കും. 5 kg ബോക്സ്. ഇവിടെ നമ്മൾ 5 kg ബോക്സ്, 10 kg ബോക്സ്, പിന്നെ 3 kg ബോക്സ് ഉണ്ട്. അത് ഈ 2 പേരെയൊക്കെ ഉള്ളൂ, അവർക്കൊരു ആഗ്രഹം കൊണ്ടൊക്കെ ചോദിക്കുന്നവർക്ക് 3 kg ബോക്സ്. കൂടുതലും 5 പോകുന്നത്, 5, 10. 10ഉം 5. ഒരു 5 kg മേടിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള എല്ലാ മാങ്ങയും നമുക്ക് വെക്കാൻ പറ്റും. എല്ലാ വെറൈറ്റിയും വയ്ക്കാം. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ പ്രിയൂരില്ല, മല്ലികയില്ല. മല്ലിക ഒരു മാങ്ങ ഉണ്ടായിരുന്നു, വെച്ചു. നമ്മൾ ഇതിൻ്റെ ഒരെണ്ണം മല്ലിക വെച്ചത്. ഇപ്പം മല്ലികയും പ്രിയൂരും എല്ലാം വന്നാലും 5 കിലോയ്ക്കകത്ത് അതിനെല്ലാം 2 മാങ്ങ വീതം കിട്ടും. ചോദിക്കുന്നവരുണ്ട്, അങ്ങനെയും ചെയ്ത് കൊടുക്കും. ഓൺ റിക്വസ്റ്റാണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഹിമാപസന്ത മാത്രമാണെന്നുണ്ടെങ്കിൽ ചെറിയ റേറ്റ് വ്യത്യാസം വരും. ഹിമാപസന്തന് എപ്പോഴും ഇത്തിരി റേറ്റിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വെക്കുന്ന സമയത്ത് ഈ വെയിറ്റും കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 0-ലാക്കിയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ അന്നേരം ഇത് നമ്മൾ ഞങ്ങൾക്ക് മിക്കപ്പോഴും 6 കിലോയാണ് കാർട്ടൺ പോകുന്നത്. 5 കിലോ നമ്മൾ അയക്കുമ്പോഴും 6 കിലോയുടെ വെയിറ്റ് അവർ DTDCയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് 1 കിലോയുടെ അധികം എന്തായാലും ഉണ്ടാവും. പക്ഷേ കസ്റ്റമേഴ്സിന് കുറയത്തില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയോ, 5 കിലോ 300 ഗ്രാം 350 ഗ്രാം ഞങ്ങൾ അയക്കും. എന്നാലും അവർക്ക് ചെന്നന്തരം കാട്ടേണ്ട വെയിറ്റ് പോവില്ല, ഇതിൻ്റെ ഒന്നും വെയിറ്റ് പോവില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ ഇവിടെ ഉണ്ട്, ചിലപ്പോൾ ഇവർ തന്നെയായിരിക്കും, പിന്നെ മറ്റേ ചേച്ചിമാരായിരിക്കും. അതിനകത്തൊക്കെ കുറേ മിസ്റ്റേക്സ് ഒക്കെ വരും. നമുക്ക് എല്ലാം ഇവിടെ നിന്ന് എനിക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ജീവ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അവർക്കറിയാം. പക്ഷേ പഴുത്ത മാങ്ങ അയച്ച പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം 3 ദിവസം അങ്ങോട്ട് കെട്ടിക്കിടന്നിട്ട് എന്നാലും നമ്മൾ 29-ന് അയച്ചിട്ട് എന്നാ കിട്ടിയത്? 5-നാണ് കിട്ടിയത്. ആ കസ്റ്റമറിന് പിന്നെ 2ാമത് മാങ്ങ അയച്ചു കൊടുത്തു. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഇത് 2ാമതിനൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. പക്ഷേ അന്നേരം അത് വരുമ്പോൾ നമ്മളോട് അതാണ് ഈ പെയിൻ. നമ്മൾ തോട്ടത്തിൽ കണ്ടില്ലേ, ഇത്രയും ചൂടത്ത് നമ്മൾ നിന്നിട്ട് ഞാൻ തന്നെ പോയി മാങ്ങ ഐഡൻറ്റിഫൈ ചെയ്ത് എല്ലാം എഴുതി വെച്ച് പറപ്പിച്ച് ഇതിന് ഒരുപാട് എന്താ പറയുക ഡെഡിക്കേഷൻ വേണം. പിന്നെ നമുക്കിത് നമ്മുടെ കൈ കിട്ടുമ്പോൾ ഒരു ബിസിനസ്സായിട്ട് കാണാത്തവരാ 95% ഉള്ളത്. പക്ഷേ ഈ 5% എന്ന് പറയുമ്പം ഇവർക്കറിയാം, ഈ കൊച്ചിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അപ്പം ഞങ്ങളിപ്പം 3-4 പേർക്ക് നമ്മൾ ഇന്നലെ കൊറിയർ ചെയ്തു, നമ്മൾ അയച്ചു കൊടുത്തു. പൈസ തിരിച്ചിട്ട് കൊടുക്കും ഞാൻ കറക്റ്റായിട്ട്. അന്നേരം തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോട്ടെ, പക്ഷേ പിന്നീട് ഒരു വേർഡ് പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ അന്നേരം ഈ വർഷം ഞാൻ പറഞ്ഞ് ഇതെല്ലാം നിർത്തി. ഈ വർഷം നമുക്കിത് സ്നേഹമാണ്. ഈ 95% നമ്മുടെ ഫോണിനകത്ത് സ്നേഹം കിടക്കുന്നത്. പക്ഷേ ഈ 5%-ൽ വരുമ്പോൾ അവർക്ക് പറ്റി. പക്ഷേ ഞങ്ങളുടെയും കുറ്റമല്ല, 4 ദിവസം 5 ദിവസം കൊറിയർ കെട്ടിക്കിടന്നിട്ട് ചെയ്തു. മാങ്ങ ഇപ്പോൾ ഈ ചൂട് ഇത് നമ്മൾ പറിച്ച മാങ്ങ, ഇത് ഞാൻ കാണിച്ചു തരാം ഉദാഹരണം. ഇത് നമ്മൾ പറിച്ച മാങ്ങ, ഇത് ഇപ്പോൾ തോട്ടത്തിൽ നിന്ന് നമ്മൾ നിന്ന് പറിച്ച. ഇതിപ്പോൾ ഞാൻ അയച്ചാൽ ഇന്ന് സാറ്റർഡേ, ഞങ്ങൾ സാറ്റർഡേ സാറിനെ അയക്കാറില്ല, മൺഡേ അയക്കുന്നത്. ഇത് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ചെയ്താൽ ട്രിവാൻഡ്രം ഇന്ന് അയച്ചാൽ നാളെ രാവിലെ ട്രിവാൻഡ്രം കിട്ടും. എനിക്ക് കൊല്ലത്ത് ഞാൻ ഇവിടുന്ന് അയപ്പിക്കാറുണ്ട്, എനിക്ക് പിറ്റേ ദിവസം കിട്ടും. കോഴിക്കോട് കിട്ടും. പക്ഷേ തിരുവല്ല ആ കോട്ടയം സൈഡിലോട്ട് കുറച്ച് താമസമുണ്ട്. അപ്പോഴെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ മാങ്ങ വെച്ചാൽ ഇത് ഉറപ്പായിട്ടും ഇത് പഴുത്തു പോകും. അപ്പോൾ ഇത് അവരുടെ കൈ കിട്ടുമ്പോൾ ചിലപ്പോൾ പെട്ടി ഒരു ദിവസം കിടന്നിട്ട് ഞെങ്ങി എങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് പോലും അയക്കത്തില്ല. ഇപ്പോൾ ഇത്രയും ഇന്ന് പച്ചി ഈ മാങ്ങ അയക്കില്ല. ഇത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടുപോകുന്നവർക്ക് കൊടുക്കത്തുള്ളൂ. പിന്നെ പക്ഷെ ചിലർ അയ്യോ വന്നിട്ട് ഇത്ര ദിവസമായിട്ട് പഴുക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ പറയും പച്ചയെ അയക്കത്തുള്ളൂ, പഴുത്ത അയക്കത്തില്ല. കാരണം അത് അവർക്കും ഇത് ബുദ്ധിമുട്ടല്ലേ, അവർ പൈസ തരുന്നു, നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രയോജനം ഇല്ലാതായി പോയാലോ. ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ചില ആൾക്കാർ മിണ്ടത്ത് പോലും ഇല്ല. അവർക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ പോലും അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് 95% അങ്ങനെയുള്ളവരാണ്. അവർ മാങ്ങയുടെ സീസൺ ആവുന്നതിന് മുമ്പ് നമ്മളോട് ഇങ്ങനെ ചോദിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് ജീവയ്ക്ക് അറിയാം. ഒരു 5% ആൾക്കാരല്ലേ അല്ലേ ജീവ, ഈ കൊച്ചിന് ഈ വർഷത്തെ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഈ കൊച്ച് ഭയങ്കര ഡെസ്പായി മീൻസ് അങ്ങനെ പറയുമ്പോഴേ. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, കസ്റ്റമറിന് വേറെ മാങ്ങ ഉണ്ട്, പിന്നെ പൈസ തിരിച്ചയച്ചു കൊടുക്കാം. പക്ഷേ ചിലർ ഭയങ്കരമായിട്ട് ചൂടാവുന്നവരാണെങ്കിൽ അപ്പോഴേ പൈസ തിരിച്ചയച്ചു കൊടുക്കും. പക്ഷെ പിന്നെ അവരോട്ടൊരു ഡീലില്ല നമ്മൾ. അത് കാരണം നമുക്ക് പറ്റത്തില്ല അങ്ങനെയുള്ളവരായിട്ട്. അപ്പം നമ്മുടെ കുറ്റമല്ല അത്. അവരന്നേരം ആലോചിക്കണം, ഇത് പറിച്ചുകൊണ്ട് വരുന്നിടം തൊട്ട് ഇവിടെ പാക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഒരെണ്ണം എഴുതി വെക്കണം. ഇപ്പം ഈ കുട്ടി എത്ര സമയം എടുത്ത് ഇത് എഴുതി വെക്കാം. ഇപ്പം ഇതൊക്കെ ഒരു സ്നേഹമാണ്. അല്ലാണ്ട് ഇതൊരു എനിക്ക് അരുണനറിയാമല്ലോ, ഇത് വിറ്റിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. സാറ് തന്നെ പറയുന്നത് ഇത്രയും വെയിലും കൊണ്ട് ഞാൻ ഈ തോട്ടം മൊത്തവും നടന്നു. ഇപ്പം തന്നെ മാംഗോ ഫെസ്റ്റിന് ഇത്ര ദിവസമേ ഉള്ളൂ. നമ്മളിവിടെ വന്നിവിടെ താമസിച്ച് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു.
ഇത് പറിച്ചു, ഇത് കൊണ്ടുപോകാനുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതും എല്ലാം നമ്മൾ ചെയ്തിട്ട് അവിടെ ഇനി എല്ലാം ചെയ്യണ്ടേ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അറിയുന്നവർക്ക് അതിൻ്റെ ഒരു പെയിൻ അറിയാം. ചിലരൊക്കെ ഒരു വാക്ക് പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ളവരാണ് നമുക്ക് വേണ്ടത്. മിനിമം ഒരു 1000 മെസ്സേജ് ഞാൻ എന്റെ ചാനലിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം എത്തുമ്പോഴേക്കും ആൾക്കാർ ചോദിച്ചു തുടങ്ങും അതെ എന്നാണെന്ന് കാണുമ്പോഴുണ്ടല്ലോ. അത് ഞാൻ നിർത്തണമെന്ന് ഈ വർഷം ശരിക്കും ഞാൻ കുറേ പെയിൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അന്നേരം വിചാരിച്ചാൽ അങ്ങ് നിർത്തണം. പിന്നെ നിങ്ങൾ കണ്ട് ഇതിനകത്തുനിന്നൊരു ഒരു മാവിൽ നിന്നൊരു 25% മാങ്ങ താഴെ പോകും. അത് നമുക്ക് നഷ്ടമാണ്. നമ്മളിതൊന്നും നോക്കാതാണ് നമ്മൾ. പിന്നെ ഇത്രയും മലപ്പുറത്ത് നിന്ന് ഒരു കസ്റ്റമറല്ല, എൻ്റെ ഒരു ഫ്രണ്ടല്ല, ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ വലിയ പരിചയമുണ്ട്. പക്ഷെ പുള്ളിക്കാണ് ഈ വർഷത്തെ അവാർഡ് കൊടുക്കുന്നത്. പുള്ളി ഇന്നലെ ഇവിടെ വന്നു, തോട്ടം ഇവിടെ വന്ന് കണ്ട്, എന്നിട്ട് അവരുടെയൊക്കെ ഒരു വാക്ക്, വലിയൊരു കർഷകനാണ്. അപ്പം അവർ പറയുന്ന ഒരു വാക്കൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കിത് കണ്ടിന്യൂ ചെയ്തിട്ട് ഒന്നും നേടാനില്ല. എനിക്കിതിനകത്തുനിന്ന് ലാഭം കൊണ്ടൊന്നുമല്ല. 20 പേര് ഞങ്ങളുടെ കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ അവിടെയുണ്ട്. അപ്പം അന്നേരം അത്രയും ആൾക്കാർ, ഞാനിപ്പോൾ ഇതങ്ങ് നിർത്തി കഴിഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കത്തില്ല. അന്നേരം ഇവരുടെ അല്ല, എനിക്ക് ഇവരെ എല്ലാവരും ഒരു കുടുംബം പോലെ. പിന്നെ ചേച്ചി വലിയൊരു സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒന്ന് കൂടിച്ചേരുന്നത് ഈ ദിവസമാണ്. ഇപ്പൊ മാഘോസ്റ്റ് എന്നാണെന്ന് ചോദിച്ചിട്ട് എത്രയോ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നറിയാവോ. ഇന്നലെയും പറയുന്നത്, ഇന്നലെ ഞാൻ ഇന്ന് വെളുപ്പിനെ അരുൺ വിളിക്കുന്ന സമയത്ത് നോക്കിയപ്പോഴും മെസ്സേജ് കിടക്കുന്നു, നമുക്ക് എപ്പോഴാണ് വരേണ്ടത്, സ്ഥലം ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. 25 ഡേറ്റ് എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടില്ല. അതിനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. അപ്പം അന്നേരം അങ്ങനെയുള്ളവരുണ്ട്. അപ്പം ഞാൻ പിന്നെ എന്നാൽ നമ്മുടെ മനസ്സിൽ നിന്ന് സത്യമായിട്ടും പോകത്തില്ല. ഒരാൾ നമ്മൾ ഇത്ര സ്നേഹത്തിൽ ഇത് ചെയ്യുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ പൈസ തിരിച്ചയച്ചു കൊടുത്തിട്ട് രണ്ടാമത് മാങ്ങ അയച്ചു കൊടുത്തിട്ട് പോലും ഇങ്ങനെ പെയിൻ തരുന്ന ആൾക്കാർ കുറച്ചുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ നമുക്ക് അങ്ങനെയുള്ളവർ നമ്മളെ മേടിക്കാതിരിക്കുക, വന്ന് വാങ്ങിക്കുക. ഞാൻ പറയുന്നത് ഇപ്പോൾ ചില ആൾക്കാരോട് ഇപ്പം തന്നെ ഒരു കസ്റ്റമറിന് വേണ്ടി പറിച്ചു വെച്ചത് ഇത് ഈ പഴുത്തത് പുള്ളി ഇന്ന് വരും, പുള്ളിക്ക് വേണം, ഇവിടെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവർ വന്ന് വാങ്ങിക്കുക, അല്ലെ കണ്ട് വന്ന് വാങ്ങിക്കാതെ ആ ഒരു പെയിൻ എടുക്കട്ടെ. ഞാൻ 6 മണിക്കൂർ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്താൽ ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്നത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അത് എനിക്ക് പറയേണ്ട കാര്യമായിട്ടുണ്ട്. കാരണം അതാണെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ദൈവാനുഗ്രഹിച്ച് ഞങ്ങൾ NRIs അത്രയും ഇത് സെറ്റിലായ ആൾക്കാരാണ്. പക്ഷെ ഞാനിത് ഇപ്പോഴും ചെയ്യുന്നത് എൻ്റെ ഒരു ഇപ്പോൾ ഈ ഡയറി ഇതൊക്കെ ഞങ്ങളുടെ ഒരു എന്താ പറയുന്ന എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതിനകത്തുള്ള പെയിൻ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയത്തില്ല. ഇത് നമ്മൾ ഡീൽ ചെയ്ത് കഴിയുമ്പോഴേ ഈ ആരാണെന്ന് അറിയത്തുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അശ്വതി എടുത്ത് ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വർഷം തൊട്ട് ഞങ്ങൾ സാധാരണ അശ്വതി അയച്ചിട്ട് ബില്ലൊന്നും അന്നേരം ചില ആൾക്കാർ ആദ്യമേ പൈസ അയക്കും. ഇപ്പം അരുണിൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ ചില ആൾക്കാർ അഡ്രസ്സ് ഇട്ട് ഇടാൻ പറയുമ്പോഴത്തേന് പൈസ ഒരിക്കലും ചെയ്യരുത്. അത് അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കാൻ പാടാം. പിന്നെ ഈ ചക്കരക്കുട്ടി മാവിൻ്റെ ഒരു തൈ ഞാൻ തന്നെ വെച്ചല്ലേ, സാറ് തന്നെ വെച്ച്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നട്ടതാണ് ഇവിടെ ഉള്ളതെല്ലാം. പിന്നെ ഇവർ പരിപാലിക്കുന്നത് ഞങ്ങളുടെ പാർട്ട് കഴിഞ്ഞതെന്നല്ല, ഇവിടെ ഉള്ളവർ അതിന് വെള്ളം ഒഴിക്കുന്നതുകൊണ്ടും നമ്മൾ ദൂരെ ഇരുന്നിട്ട് പറയുമ്പോൾ അവർ നനയ്ക്കുന്നത് കൊണ്ടും അവർ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഞങ്ങളിപ്പം ഒരു മാസത്തിലൊരു ഒരാഴ്ച ഇവിടെ ആണെങ്കിൽ ബാക്കി സമയങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ ഒരു തോട്ടം ഉണ്ടല്ലോ, അറിയാമല്ലോ, ഫാമുണ്ട്, നഴ്സറി ഉണ്ട് അവിടെ. അപ്പോൾ ഇതെല്ലാം ഇവിടെ പിന്നെ തൈയിടത് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് അവിടോട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ ഇനിയൊരു സെക്ഷൻ അതങ്ങുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഒരാൾ ഒരു ഇതിൽ കാണിച്ചാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അവരും അത് നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പെയിൻ. അത് നമ്മൾ ഈ മാങ്ങ ഒരു ബോക്സ് കൈ കിട്ടി കഴിക്കുന്നവർ അറിയത്തില്ല. ഈ കൊള്ളുന്ന ചൂട് ഇന്നലെ എത്രയായിരുന്നു, 36 കണ്ടായിരുന്നു ഇവിടെ. അതാ പറഞ്ഞേ, നമുക്ക് ഞങ്ങൾ തോട്ടത്തിലുണ്ടായിരുന്നു 5:30 വരെ ഞങ്ങൾ തോട്ടത്തിലുണ്ടായിരുന്നു. കാരണം ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മാങ്ങ കണ്ട തിന്ന് കിടക്കുന്നത് നമുക്ക്. അപ്പോൾ രാവിലെ പോയിട്ട് വിളഞ്ഞത് കൊണ്ടുവന്ന് സെക്ഷൻ ബൈ സെക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ദൂരെ ഇരിക്കുന്നവരോ അറിയുന്നില്ല. അപ്പോൾ പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നത് അതെ, കൂടെ നിൽക്കാൻ ശ്രമിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഇവിടെ വന്ന് വാങ്ങിക്കും, ഇത്രയും ദൂരത്ത് വന്ന് വാങ്ങിക്കട്ടെ, ഇത് കണ്ട് വന്ന് വാങ്ങിക്കട്ടെ, എൻജോയ് ചെയ്തിട്ട് പോകട്ടെ. അല്ലാണ്ട് നമ്മളിങ്ങനെ അയച്ചു കഴിയുമ്പോൾ ശരിയാ പഴുത്ത് പോയെങ്കിൽ ഓക്കെ, ഞങ്ങൾ അടുത്ത കൊറിയർ അപ്പം അയക്കും. ഇന്നലെ 3 or 4 അയച്ചില്ലേ, ഉണ്ടോ, അത്രയും അയച്ചു ഞങ്ങൾ. അത് ഡാമേജ് വന്നെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അന്നേരം തന്നെ ഞാനൊരു മെസ്സേജ് ഇടും, അടുത്ത ഇതിൽ അയക്കുന്നുണ്ട്. അത് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അപ്പോഴേ പൈസ തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നീട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അല്ലല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇത് മണിയുടെയോ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെയോ അല്ല. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെയിൻ എടുത്തിട്ടാണിത്. ഈ ഒരു വർഷത്തെ നമ്മുടെ പെയിനാണ് ഈ കാണുന്ന ഫ്രൂട്ട്. നമ്മൾ വെച്ച തൈ ഓരോ തൈയും കണ്ടോ, ആ 3 വർഷമായ മാവര ചവിട്ടി നമ്മൾ എടുക്കുമ്പോൾ ആ
പിടിച്ചു നിൽക്കുന്ന ഒരു സന്തോഷമാണ്. അതിൻ്റെ വാല്യൂ ഇല്ല, വേറെ ആർക്കും അത് പറയാൻ പറ്റത്തില്ല. ഈ കൊള്ളുന്ന വെയിലിനും ഒന്നും എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ചില സമയത്ത് ചിലർ പറഞ്ഞിട്ട് എന്നോട് പറയാറുണ്ട്, എന്തിനു ചേച്ചി ഇത്ര ഇത് എടുക്കുന്നതെന്ന്. പക്ഷേ എന്ത് സാറ്റിസ്ഫാക്ഷൻ ഇതാണ്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാ വർഷവും അല്ലേ? അതെ, ആ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുന്ന ഇപ്പൊ ഒരു എന്നാണെന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്യുന്ന ആ മനുഷ്യരെ ഓർത്തിട്ടാ ഇത് അവർക്ക് വേണ്ടിയിട്ട്. അതെ, ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഒരിക്കലും സാറ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആളല്ല. പിന്നെ എനിക്ക് സാറിന്റെ ഒരു സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികളെ ഓക്കെ, അവരെല്ലാം മുതിർന്നവരായി, ഞങ്ങൾ വലിയ കുട്ടികളാണ് എല്ലാവരും. അപ്പം സാറ് സമ്മതിച്ചില്ലെങ്കിൽ അല്ലെ സാർ എന്നോട് നോ പറഞ്ഞാൽ ഒരിക്കലും എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സാറിൻ്റെ സപ്പോർട്ടാണ്, ആ സാറിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വന്ന സാറിനും അസുഖങ്ങൾ ഒരുപാടുള്ള ആളാണ്. പക്ഷേ സാറാണ് ഈ തോട്ടം മൊത്തം ഓടി നടന്ന് ഇപ്പൊ തന്നെ ഇതിന്റെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കെട്ടാൻ കേട്ടോ മാവിന്റെ ഓരോന്നിന്റെ പേര് ആളുണ്ട്, പക്ഷെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അതെങ്ങനെയാണെന്ന് അറിയില്ല. അതാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെ ഒരു ഫ്രെയിം നോക്കിയാലും അവിടെ ആളുണ്ടാവും, ക്യാമറ വരുമെങ്കിൽ പോകും. എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ ഞങ്ങളുടെ കൈ കൊണ്ട് നട്ടതാണിത്. അപ്പൊ തന്നെ ഞങ്ങൾ അത് പറിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടൊരു മാങ്ങ കഴിക്കുമ്പോൾ ഉള്ള സന്തോഷം ഞങ്ങൾക്ക് ഭയങ്കരമാണ്. അത് ഇനിയുണ്ടല്ലോ ഒരുപാട് പേര് കാത്തിരുന്ന ആ ഒരു ദിവസം, ആ ഒരു ഡേറ്റ്. ഇനിയിപ്പോൾ നമ്മുടെ മാംഗോ ഫെസ്റ്റിൻ്റെ ഒരു ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്നത്. ചില ഈ ഇലക്ഷൻ്റെ കൊണ്ടാണ് നമ്മൾ താമസിച്ചത്. 25 ഏപ്രിൽ ശനിയാഴ്ചയാണ് നമുക്ക് 5 ദിവസത്തെ മാംഗോ ഫെസ്റ്റ് വരുന്നത്. 10 മണിക്ക് ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നതും. അതിനോടനുബന്ധിച്ച് നമ്മുടെ അവാർഡ് ദാന ചടങ്ങുകളെല്ലാം ഉണ്ട്, സമ്മാനദാനം എല്ലാവർക്കും. അതായത് നമ്മളുടെ ഫാമിലുള്ളവർ തൊട്ട് കർഷകർ, നല്ല കേരളത്തിലുടനീളം ഉള്ളവരെ ഉണ്ട്, നല്ല കർഷകർ, അതുപോലെ തന്നെ നല്ല ഉദ്യോഗസ്ഥരുണ്ട് അതിനകത്ത്. പിന്നെ എല്ലാവരും ഉൾപ്പെടും അതിനകത്ത്. സ്കൂളിലെ കുട്ടികളുണ്ട്, കൃഷിഭവനിൽ നിന്ന് അവർ തന്നെ തിരഞ്ഞെടുക്കണം, സ്കൂളുകളിൽ നിന്ന് അവർ തന്നെ തിരഞ്ഞെടുക്കണം. 2 കുട്ടികൾ, ഒരു മെയിലും ഒരു ഫീമെയിലും. കൃഷിഭവനിൽ നിന്ന് അവർ തന്നെ, അതായത് ഞങ്ങളുടെ 2 കൃഷിഭവനാണ് അവിടെ വരുന്നത്. അവരുടെ അടുത്തുനിന്ന് ഇവിടെ വെച്ച് നടത്തിയപ്പോഴും അതേപോലെ ഞങ്ങൾ ചെയ്തിരുന്നു. പിന്നെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരും. അവർക്ക് ഇത്രയും 100-ൽ പരം മാങ്ങകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 100-ൽ പരം വെറൈറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. ആര് വന്നാലും അവർക്കത് കാണാൻ പറ്റും. അതൊരു അനുഭവം തന്നെയാണ്. കാരണം ഇത്രയും മാങ്ങ ഈ ഒരാഴ്ച കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ അതിനകത്ത് എടുക്കുന്ന കണ്ടോ, അവിടെ ഓരോന്നും കവറിട്ട്. ഇപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ ഈ കുട്ടികൾ അത് കറക്റ്റ് പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ് അത് കവറിട്ട്. ഒരു ദിവസം ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഓട്ടം ഇതിന്റെ പേരിൽ. ഈ 100 വെറൈറ്റി ഞാൻ 103 വെറൈറ്റി കഴിഞ്ഞ പ്രാവശ്യം വെച്ച്. ഇപ്രാവശ്യം അതിനേലും കൂടുതൽ വെക്കണമെന്നുണ്ട്. അപ്പം ചില സ്ഥലത്ത് മാങ്ങയ്ക്ക് ഭയങ്കര കേടുണ്ട്. ഞങ്ങൾക്കേ ഉള്ളൂ എല്ലാവരും പറഞ്ഞ് ഇത്ര മാങ്ങ ഇവിടെ ഉള്ളതെന്ന്. ശരിക്കും. പിന്നെ എൻ്റെ ഒരു ചാച്ചനുണ്ട്, ചാച്ചൻ്റെ തോട്ടത്തിൽ നിന്ന് 40 ഏക്കർ തോട്ടം. പക്ഷേ അവിടുന്ന് ചാച്ചനൊരു അപ്പൻ മകൾക്ക് എങ്ങനെ ചെയ്യുന്നത് അതേപോലെ പൊതിഞ്ഞ് പേരെഴുതി എനിക്ക് കൊടുക്കും. ഇവിടെ വിനോദമാണെന്ന് പോയി എടുക്കുന്നത്. എനിക്കില്ലാത്ത വെറൈറ്റികൾ ചാച്ചൻ തൈ തന്നിട്ടുണ്ട്, അതെല്ലാം കഴിച്ചു തുടങ്ങി. അമ്രപാളിയൊക്കെ ചാച്ചൻ തന്നത് കഴിച്ചു തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരുടെ ഒരു സഹായവും അവരുടെ ഒരു നിറവാണ് ഈ കാണുന്ന മാംഗോ ഫെസ്റ്റ്. അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടും പക്ഷേ ആ സന്തോഷം. ഒരുപാട് പേര് വന്ന് ഭയങ്കര പറഞ്ഞറിയിക്കാൻ വേണ്ട സന്തോഷത്തിൽ വരുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാമിലിയുടെ ചേച്ചിയെ സ്നേഹിക്കുന്ന, സാറിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീമിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കൂടെ ഉള്ള ഒരു ഒത്തുചേരലാണ് എന്ന് പറയുന്നത്. വെന്യൂ സ്ഥലത്തിന്റെ കാര്യം കറക്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ നീണ്ടകര ഹാർബറിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ദളപ്പാപുരം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. ദളപ്പാപുരം ബാങ്ക് ഓഫ് ബറോഡ ബിൽഡിങ്, അവിടെയാണ് ദ ഫാം സ്റ്റോറി, നഴ്സറി, ഗാർഡൻ സെൻറ്ററും വെൽനസ് സ്റ്റോറും സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് എല്ലാ വർഷവും. ഇപ്പോൾ 6ാമത്തെ വർഷമാണിത്. ഇവിടെ വെച്ച് നടത്താറുണ്ടായിരുന്നു. ഇവിടെ 2-3 പ്രാവശ്യം നടത്തി. പക്ഷേ ഞങ്ങൾക്ക് രണ്ടും കൂടെ പറ്റുന്നില്ല. നിങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ഒത്തുവരുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റികൾ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ, അത് ശരിക്കും പറയുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. മാംഗോ ഫെസ്റ്റിൽ സ്ഥിരം വരുന്ന ആൾക്കാരോട് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, പുതുതായിട്ട് കാണുന്നതോട് പറയാണ്. അത് ശരിക്കും പറയുന്നത് കാണേണ്ട. നിങ്ങൾ എവിടെയായാലും ഒന്ന് ആ ഒരു സമയം അവിടെ ഒന്ന് വരാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം മാംഗോ ഫെസ്റ്റിന് സപ്പോർട്ട് കൊടുക്കുക. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളത്തെ പരിശ്രമത്തിന്റെ അല്ലേ ഫൈനൽ റിസൾട്ട് ആണ് ആ ദിവസം അല്ലേ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് തരിക. ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അല്ലേ കൃത്യമായിട്ട് എന്നെ എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് ബ്ലൈസി ജോർജ്. ഇത് നമ്മൾ ഈ നമ്മുടെ പാലക്കാടത്തെ ഈ കൊഴിഞ്ഞാമ്പാറയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. കൊഴിഞ്ഞാമ്പാറ പൊതിക്കലെന്ന് പറയും. ഇവിടെ ഒരു തെങ്ങുംതോട്ടമായിരുന്നു, അത് നമ്മൾ ഇങ്ങനെ ആക്കി തീർത്തതാണ്. ഉണ്ട്, കൊല്ലത്തും ഉണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ നേഴ്സറി ഉണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞില്ലേ നേഴ്സറി ഓൺലൈനൊന്നും വിടുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കാം ആൾക്കാർക്ക്. ആ ഉണ്ട്.
ഇത് എരുത്തേമ്പതി എന്ന് പറയും ഈ സ്ഥലത്തിന്. എരുത്തേമ്പതി, ഒഴിഞ്ഞാമ്പാറ എരുത്തേമ്പതി. നമ്മളിവിടെ ഇത് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാംഗോ ഫെസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത്. അന്നേരം ആ സമയത്ത് ഞങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവരും തിരക്കായിരിക്കും. അപ്പോൾ ദയവേത് എല്ലാവരും വാട്സപ്പ് അയച്ചിരുന്നാൽ ഞങ്ങൾ റിപ്ലൈ ഇട്ടേക്കാം. മാങ്ങയാണെങ്കിൽ മെയ് എൻഡ് വരെ ഇവിടെ മാങ്ങ കാണും, നമ്മൾ അയക്കുകയോ എല്ലാം ചെയ്യാം. മാംഗോ ഫെസ്റ്റിനൊന്നും തീർന്നു പോകത്തില്ല. അപ്പോൾ ദയവേത് എല്ലാവരും വാട്സപ്പിൽ ഇട്ടിരുന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 3-4 ദിവസം എടുക്കും, അല്ലെങ്കിൽ ഒരാഴ്ച എടുക്കും, എന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ മാംഗോ ഫെസ്റ്റിന് വരേണ്ടവരെല്ലാം ഈ ഡേറ്റിൽ 5 ദിവസമുണ്ട്. 25 മുതൽ 29-ാം തീയതി വരെ കൊല്ലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വരാൻ ശ്രമിക്കുക. പിന്നെ വാട്സപ്പ് അയച്ചോളൂ, എന്തിന് ഞങ്ങൾ റിപ്ലൈ തരാം.